ഹലോ ഓൾ, നമ്മൾ ഇന്ന് നടന്ന ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ എക്സാം കുറച്ച് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ, അതായത് വളരെ ഈസി എന്ന് തോന്നിപ്പിക്കുന്നതും എന്നാൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പോലും ഉണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനോട്ട് പോവാം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് കോഡ് എ ആണ്. കോഡ് എ ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The property of a material by which it can be beaten or rolled into thin plates is called. ഇത് നമുക്ക് വളരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ഡെഫിനിഷൻ വഴി തന്നെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മാല്യബിലിറ്റി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി the angle between major principal plane and minor principal plane for a strained body is. അത് നമുക്കറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെയിൻഡ് ബോഡിയുടെ മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രീസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ a body is subjected to a direct tensile stress of 300 megapascal in one plane accompanied by a simple shear stress of 200 megapascal. The maximum normal stress on the plane. അപ്പോൾ നോർമൽ സ്ട്രെസ് ഓൺ ദ പ്ലെയിൻ നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് σ1 പ്ലസ് σ2 ബൈ 2. മാക്സിമം ആണ് വേണ്ടത്. അപ്പോൾ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് σ1 മൈനസ് σ2 ബൈ 2 the whole square plus tau square. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗീവൺ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ σ1 ഈസ് ഗീവൺ ആസ് 300 മെഗാപാസ്കൽ. σ2 ഇല്ല. പിന്നെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട് വിച്ച് ഈസ് 200 മെഗാപാസ്കൽ. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ഇക്വേഷനിലോട്ട് ഇടുന്നു. σ2 ഇല്ലാത്തതുകൊണ്ട് 300 ബൈ 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 300 minus 200 which is 300 by 2 the whole square plus 200 square 150 plus square root of ഇത് 150 square plus 200 square വരും. 150 സ്ക്വയറും 200 സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 625 എത്ര സീറോ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 150 സ്ക്വയർ പ്ലസ് 200 സ്ക്വയർ ആണ്. അപ്പോൾ 625,0 കറക്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ 625,000 നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 250 അല്ലേ. സോ 250 നമുക്ക് കിട്ടുന്നു. സോ 250 പ്ലസ് 150 എന്ന് പറയുന്നത് 400 മെഗാപാസ്കൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 400 മെഗാപാസ്കൽ. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ ബേസിക് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെയിൻ ബേസിക് സ്ട്രെയിൻ ആണ്, കംപ്രസീവ് സ്ട്രെയിൻ ആണ്, വോളിയം സ്ട്രെയിൻ, ഇതെല്ലാം ഉള്ള സ്ട്രെയിൻ ആണ്. പക്ഷേ ഏരിയ സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ നമ്മളൊരു ബേസിക് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ അല്ല. സോ ഏതാണ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ഏരിയ സ്ട്രെയിൻ. ഇനി ദ സ്ട്രെങ്ത് ഓഫ് ബീം ഡിപ്പെൻഡ്സ് മെയർലി ഓൺ. നമുക്കറിയാം സ്ട്രെങ്ത് ഓഫ് ബീം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പാരാമീറ്റർ ആണ് നമ്മളുടെ മോഡുലസ് സെക്ഷൻ എന്ന് പറയുന്ന പാരാമീറ്റർ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി. ഇനി വാട്ട് ഈസ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം അറ്റ് ബോത്ത് എൻഡ്സ് ഫിക്സഡ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് എൻഡ് ഫിക്സഡ്, നമ്മൾ 4 കേസുകൾ പഠിച്ചിട്ടുണ്ട്. 2 എൻഡ് ഫിക്സഡ് പഠിച്ചിട്ടുണ്ട്, 2 എൻഡ് ഹിഞ്ച്ഡ്, 1 എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഹിഞ്ച്ഡ്, 1 എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഫ്രീ. അപ്പോൾ അതിന്റെ എല്ലാം ഈക്വൽ ലെങ്ത് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 എൻഡ് ഫിക്സഡ് ആണ്. ആ ഫിക്സഡ് ആകുമ്പോഴത്തേന് നമ്മളുടെ ഇഫക്റ്റീവ് ലെങ്ത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് L/2 ആണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് യങ്സ് മോഡുലസ് വേരി വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് യങ്സ് മോഡുലസ് അല്ലേ, അതൊരു കോൺസ്റ്റന്റ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അത് തെറ്റാണ്. നമുക്കറിയാം യങ്സ് മോഡുലസും ടെമ്പറേച്ചറും, അതായത് ഹീറ്റും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന ആൻസർ എന്ന് പറയുന്നത് ഡിക്രീസസ് ആണ്. യങ്സ് മോഡുലസ് ആക്ച്വലി
ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡിക്രീസസ്. ഓക്കെ, ഇനി ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റിയും നമുക്കറിയാവുന്ന ഡെഫിനിഷൻ തന്നെയാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡെഫിനിഷൻ വെച്ചിട്ട് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ പെർമിസിബിൾ സ്ട്രെസ് ആണ് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡെഫിനിഷൻ. അപ്പോൾ ഓപ്ഷൻ ഡി അതും ഒരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ആൻസർ ആണ്. അപ്പോൾ അത് നമുക്ക് ഓപ്ഷൻ ഡി കൊടുക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. മാക്സിമം ഷിയർ സ്ട്രെസ് ഓഫ് എ സോളിഡ് ഷാഫ്റ്റ് ഈസ് ഗിവൺ ബൈ. മാക്സിമം ഷിയർ സ്ട്രെസ് അത് നമുക്കറിയാം, T/J = ρ/r വെച്ച് നമ്മൾ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 5/32 d⁻⁴ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യയും r/d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T/J ρ/r ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 16T / πd³. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി. ഇനി ന്യൂട്രൽ ആക്സിസ് ഓഫ് എ ബീം ഓൾവേസ് കോയിൻസൈഡ്സ് വിത്ത്. ന്യൂട്രൽ ആക്സിസ് ഓഫ് എ ബീം ഓൾവേസ് കോയിൻസൈഡ്സ് വിത്ത് ആക്സിസ് പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ്. അത് നമുക്ക് അറിയാവുന്ന ഒരു ആൻസർ ആണ്. ദാറ്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണത്. ആക്സിസ് പാസിംഗ് ത്രൂ സെൻട്രോയിഡ് ആണ് ന്യൂട്രൽ ആക്സിസ് ഓഫ് എ ബീം ഓൾവേസ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. The bending moment diagram for a cantilever with uniformly distributed load over the whole span എന്നാണ് ആക്ച്വലി. ഹോൾ സ്പാൻ വിൽ ബി. അപ്പോൾ നമ്മളൊരു കാൻഡിലിവർ ബീം എടുക്കുന്നു. കാൻഡിലിവർ ബീമിനകത്ത് നമ്മൾ യു ഡി എൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളവിടെ കൊടുക്കുന്നതെങ്കിൽ കാൻഡിലിവർ ബീമിനകത്ത് നമ്മൾ UDL കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാം. കാൻഡിലിവർ ബീമിൽ UDL ആകുമ്പോഴത്തേനും അവിടത്തെ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ആവും, സെക്കൻഡ് ഡിഗ്രി വേരിയേഷൻ ആണ്. അപ്പൊ അവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പരാബോളയാണ്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ, പരാബോള. ഓക്കെ, അപ്പൊ അത് നമുക്ക് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ മൈൽഡ് സ്റ്റീൽ ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ലോഡ് ഇറ്റ്സ് ഫ്രാക്ചർ വിൽ കൺഫോം ടു. അതായത് നമ്മൾ മൈൽഡ് സ്റ്റീലിന് ടെൻസൈൽ ലോഡ് നമുക്കറിയാം. നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലൊക്കെ ചെയ്യുന്ന നമ്മുടെ ബേസിക് ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിനകത്ത് നമ്മൾ മൈൽഡ് സ്റ്റീലിനെ ടെൻസൈൽ ലോഡ് വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അവിടെ കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കപ്പ് ആൻഡ് കോൺ ഷേപ്പ് ആണ്. ഓക്കെ, സോ ഇതും നമ്മളുടെ ബേസിക് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓപ്ഷൻ ബി. സോ 12 ക്വസ്റ്റ്യൻസ് മോസിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മോസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് നമുക്ക് അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അങ്ങോട്ട് തെർമോഡൈനാമിക്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ എ പോയിന്റ് ഇൻ. അതായത് ട്രിപ്പിൾ പോയിന്റ് സോളിഡ് ലിക്വിഡ് വേപ്പറും കൂടെ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ്. അതാണ് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ വരയ്ക്കുന്നത് PV ഗ്രാഫിലല്ല, TV ഗ്രാഫിലല്ല, TS UV എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഇല്ല. പിന്നെ മീൻസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ട്രിപ്പിൾ പോയിന്റ് വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ്. PT ഗ്രാഫിലാണ് നമ്മളുടെ ഈ പറയുന്ന ട്രിപ്പിൾ പോയിന്റ് വരുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ 13ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ ആൻ IC എഞ്ചിൻ ദ വർക്ക് ഇൻപുട്ട് ഡ്യൂറിംഗ് ദ കംപ്രഷൻ ഈസ് 200 kJ/kg. വർക്ക് ഇൻപുട്ട് എന്നാണ്. സോ W = അകത്തോട്ട് കൊടുക്കുന്ന ഒരു വർക്കാണ്. അകത്തോട്ട് കൊടുക്കുന്ന വർക്കിന് നമ്മൾ -200 kJ/kg എഴുതുന്നത്. മൈനസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വർക്ക് ഇൻപുട്ട്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദി വർക്കിംഗ് ഫ്ലൂയിഡ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, if the heat rejected to the cooling water in the process is 100 kJ/kg. അതായത് എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് പുറന്തള്ളുന്ന ഹീറ്റ് പുറന്തള്ളുന്നതായതുകൊണ്ട് അതിനും മൈനസ് സൈൻ ആണ്. സൈൻ കൺവെൻഷൻ നമ്മൾ മറക്കരുത്. ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ്, ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ സിസ്റ്റം ഈസ് കൺസിഡർഡ് ആസ് നെഗറ്റീവ്. അതുപോലെ തന്നെ അതിന്റെ നേരെ ഇൻവേഴ്സ് വർക്ക്. ഇത് രണ്ടും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ക്രോസ് Q = ΔU + W. -100 = ΔU - 200. ΔU = -200 ഇപ്പുറത്തോട്ട് വരും, +200 ആവും. 200 - 100 100. സോ 100 kJ/kg. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അതായത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇന്റേണൽ എനർജി നമുക്ക് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്, ഗെയിൻ ആണ് നമുക്ക്. അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്
ഓപ്ഷൻ എ 100 കിലോജൂൾ പെർ കിലോഗ്രാം ഗെയിൻ. 100 കിലോജൂൾ പെർ കിലോഗ്രാം ഗെയിൻ ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് അഗെയിൻസ്റ്റ് വാക്യൂം ഇസ് കോൾഡ്. അപ്പോൾ നമ്മളത് ഓൾറെഡി തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ളതാണ്. ഫ്രീ എക്സ്പാൻഷൻ എന്നാണ് നമ്മൾ അതിന് പറയുന്നത് അല്ലേ. അതായത് ഫ്രീ എക്സ്പാൻഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ്. അഗെയിൻസ്റ്റ് വാക്യൂത്തിൽ നമ്മൾ എക്സ്പാൻഷൻ നടക്കുന്നത്. സോ ഫ്രീ എക്സ്പാൻഷൻ ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻസ്, ഈ 2 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിരുന്നു. സോ സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് വായിക്കാം. ഹീറ്റ് കനോട്ട് ഫ്ലോ ഓഫ് ഇറ്റ് സെൽഫ് ഫ്രം എ ബോഡി അറ്റ് ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ. സം വർക്ക് മസ്റ്റ് ബി എക്സ്പാൻഡഡ് ടു അച്ചീവ് ദിസ്. അതായത് എക്സ്പാൻഡഡ് അല്ല, എക്സ്പെൻഡഡ് ടു അച്ചീവ് ദിസ് എന്നാണ്. ഒരു ബോഡിയുടെ ലോ ടെമ്പറേച്ചർ റീജിയനിൽ ഇരുന്നും ഹൈ ടെമ്പറേച്ചർ റീജിയനിലേക്ക് ഹീറ്റിന് തന്നെത്താനെ പോകാനായിട്ട് കഴിയില്ല. അവിടെ എന്തെങ്കിലും വർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ആക്ച്വലി നമുക്കറിയാം ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഒരു ട്രൂ ആണ്. അതൊരു നമ്മളുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് വായിക്കാം. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂം ടു വർക്ക് ദ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ഇലക്ട്രിക് എനർജി ഈസ് കൺസ്യൂം ടു വർക്ക് ദി ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. അവിടെ നിന്നാണ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൽ ഇലക്ട്രിക് എനർജിയാണ് കൺസ്യൂം ചെയ്യുന്നത്. അത് നമുക്ക് അറിയാവുന്ന ഒരു ആൻസർ ആണ്. അതെ, അതായത് ഒരു റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ഹീറ്റ് കൺസ്യൂം ചെയ്യുന്നു, വർക്ക് കൺസ്യൂം ചെയ്യുന്നു, എഗെയിൻ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അപ്പോൾ വർക്ക് കൺസ്യൂം ചെയ്യുന്നിട്ട് ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്ന ഒരാൾ തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ. അവിടെ ഇലക്ട്രിക് എനർജിയാണ് കൺസ്യൂം ചെയ്യുന്നത്, എന്നിട്ട് നേരെ അയാള് നമ്മൾക്ക് വേണ്ടിയുള്ള ജോലി ചെയ്തു തരുന്നു. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. അല്ല, 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റാ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. അതുമല്ല, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, അത് നോക്കാം. ബട്ട് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 2. ഓപ്ഷൻ ഡി നോക്കിയാൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 2. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കുറെ കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി മേളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2ന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ആണ്. സ്റ്റേറ്റ്മെന്റ് 1 സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2ന് കാരണമാകുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് 1 ആണ് നമ്മളുടെ മേജർ ആളെന്ന് പറയുന്നത്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് 2. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് എ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. സോ 16ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഐസെൻട്രോപിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, എന്നിന്റെ വാല്യൂ മാറ്റിയിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം ജനറലി PV/n is equal to കോൺസ്റ്റന്റ്. when n is equal to 1 അത് ഐസോതെർമൽ പ്രോസസ് ആകുന്നു. n is equal to 0 ആകുമ്പോൾ അത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആകുന്നു. n is equal to ഇൻഫിനിറ്റി ആകുമ്പോൾ അത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആകുന്നു. ആൻഡ് n is equal to ഗാമ ആകുമ്പോൾ നമ്മൾ അതിനെ അഡയാബാറ്റിക്, അതായത് ഗാമ എന്ന് പറയുന്നത് 1.4 നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് അതിനെ അഡയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് അറിയാവുന്ന വാല്യൂസ്. ഇനി നമ്മൾ അതിനങ്ങ് മാച്ച് ചെയ്തിരുന്നാൽ മതി. ഐസെൻട്രോപിക്കിന് n is equal to 4, അപ്പോൾ അത് ഇവിടെ 3 ആണ്. ഐസോതെർമലിന് n is equal to 1 ആണ്, അത് 1 ആണ്. ഐസോബാറിക്കിന് n is equal to 0 ആണ്, സോ ഇത് 4 ആണ്. ഐസോകോറിക്കിന് n is equal to ഇൻഫിനിറ്റി ആണ്, അത് 5 ആണ്. 3, 1, 4, 5 വരുന്ന ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. 3, 1, 4, 5. അപ്പൊ നമുക്ക് നോക്കാം. 3, 1, 4, 5. ബാക്കി ഒന്നിനും ഈ 4, 6 ആണ്. അപ്പൊ ഇതല്ല, ബാക്കി ഒന്നിനും നമുക്ക് മാച്ച് ആവുന്നില്ല അല്ലേ, 3. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഇനി സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. നോക്കുകയാണെങ്കിൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ശരിയാണ്, ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എനർജി കോൺസ്റ്റന്റ് ആണ്. എനർജി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ശരിയാണ്,
എന്ന് നമ്മൾ പറഞ്ഞു പോവാണ്. സ്പെസിഫിക് വോളിയം ഇസ് എൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ശരിയാണ്, അത് വളരെ കറക്റ്റ് ആണ്. When all the properties of a system have definite value, the system is set to exist in തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അതും ശരിയാണ്. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാത്തിനും തന്നെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അപ്പോൾ തത്വത്തിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാം നമുക്ക് ശരിയാണെന്ന് തോന്നാം. പക്ഷെ കുറച്ചുകൂടെ നിന്ന് നമ്മൾ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ എനർജി എന്ത് എനർജിയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോ ഒരു ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാം, ഇന്റേണൽ എനർജി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഹീറ്റ് ആണ് അവർ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിലോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻസർ അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് പറയാനില്ല. പിന്നെ നമുക്ക് പറയാം എനർജി എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, എനർജിനെ ജനറലൈസ് ചെയ്താണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എനർജി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാൻ സാധിക്കില്ല. സോ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കാം. അതായത് എനർജി എന്ന് അത് ഒരു കറക്റ്റ് ആയിട്ട് നമുക്കൊരു ആപ്റ്റ് ആയിട്ട് എന്ത് എനർജി എന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇന്റേണൽ എനർജി എന്ന് നമ്മൾ വിചാരിക്കും. സോ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പോവാം. പക്ഷെ ഇവിടെ എനർജിക്ക് അങ്ങനെ ഒരു പ്രത്യേക പേരൊന്നും പറയാത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ അവർക്ക് വാദിക്കാം എനർജി ജനറൽ ആയിട്ടാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എനർജി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി നമ്മളുടെ ആൻസർ ആയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിൽ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമായിരിക്കാം. അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇതിനകത്ത് ഈ ഒരു ചോയ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ 18 ബി വേണമെങ്കിൽ നമുക്ക് പറയാം. 19ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡി എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം ഐസൊലേറ്റഡ് സിസ്റ്റം ഡി എസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻസ് എന്നാണ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം കറക്റ്റ്? ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് ഡി എസ് ഈക്വൽ ടു 0. അത് ശരിയായൊരു ആൻസർ ആണ്. അപ്പോൾ നമുക്ക് ഡി എസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോൾ ഡി എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിനകത്ത് നമുക്കൊരു ചെറിയ പ്രശ്നമുള്ളത്, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ഡി എസ് ഗ്രേറ്റർ ദാൻ 0 മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറയാറില്ല. റിവേഴ്സിബിൾ ആണെങ്കിലാണ് ഈക്വൽ ടു പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ പറയാറില്ല. ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മൾ എന്തിനു പറയുന്നത്, ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. ഓൺലി 1 ഈസ് കറക്റ്റ് ഉണ്ട്, 1 and 2 കറക്റ്റ് ഉണ്ട്, 2 and 3 കറക്റ്റ് ഉണ്ട്, ഓൾ ആർ കറക്റ്റ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പറയാം, ഇത് ഡി എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷെ അതും കറക്റ്റ് അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് ഡി എസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഒരിക്കലും ഈക്വൽ ടു 0 വരില്ല. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഡി എസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 2 മാത്രമേ നമുക്ക് ഒരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പൊ നമുക്കത് ഒരു ഓപ്ഷനിൽ ഇല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കിക്കഴിഞ്ഞാൽ ഡി യു, ഡി എച്ച്, ഡി എഫ്, ഡി ജി, ഇതിന്റെ എല്ലാം മാച്ച് ദ ഫോളോയിങ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് ഡി യു ഈസ് ഈക്വൽ ടു ഡി ക്യു മൈനസ് പി ഡി വി എന്ന് വരും. ഡി ക്യൂവിനെ നമുക്ക് ടി ഡി എസ് എഴുതാൻ പറ്റും. സോ ടി ഡി എസ് മൈനസ് പി ഡി വി എന്നാണ് ഡി യു. ഇത് നമ്മൾ ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ക്യു ബൈ ടിയിൽ നിന്നാണ് ഡി ക്യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഡി യുവിന്റെ വാല്യൂ നമുക്ക് കിട്ടി ടി ഡി എസ് മൈനസ് പി ഡി വി. നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്ന നോക്കാം. ടി ഡി എസ് മൈനസ് പി ഡി വി ഒന്നാമത്തെ എക്ക് 4 ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്ക് 4 ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, സി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി തന്നെയാണോ എന്ന് നമുക്ക് അർത്ഥം ചെക്ക് ചെയ്യാം. അപ്പോൾ അത് 4 ആണ്. രണ്ടാമത്തെ ഡി എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം എൻതാൽപ്പി യു പ്ലസ് പി വി ഡിഫറൻഷ്യൽ ഫോം ഡി യു പ്ലസ് പി ഡി വി പ്ലസ് പി ഡി പി. ഡി യു പ്ലസ് പി ഡി വി ആണ് ആര്, നമ്മുടെ ഡി ക്യു, അല്ലെങ്കിൽ ഡി ക്യു പ്ലസ് വി ഡി പി. ഇനി അഗെയിൻ ഡി ക്യൂവിന് നമുക്ക് ടി ഡി എസ് എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടി ഡി എസ് പ്ലസ് വി ഡി പി നമുക്ക് ആരെ പറയാം, ഡി എച്ചിനെ പറയാം. സോ ഡി എച്ചിന് പകരം ടി ഡി എസ് പ്ലസ് വി ഡി പി അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കറക്റ്റ് ആൻസർ ആണ്.
എഫ് എന്ന് പറയുന്നതിന്റെ യു മൈനസ് ടി എസ് എന്നാണ് അതിന്റെ ആൻസർ, മീൻസ് ഇതിന്റെ ഇക്വേഷൻ. സോ ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്നാണ്. ഇതിനകത്ത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡി യു മൈനസ് ടി ഡി എസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് പി ഡി വി ആണ്. അപ്പോൾ ഡി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി. മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി വരുന്നത് ഓപ്ഷൻ 1 ആണ് എഫ്. അപ്പം ഡി എഫിന്റെ ഓപ്ഷൻ 1. അതേപോലെ തന്നെ ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണെന്ന് നമുക്കറിയാം. ഡി ജി ഇസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. ഇതിൻ്റെ അകത്ത് ഡി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി, അല്ലെങ്കിൽ ഡി ക്യു പ്ലസ് വി ഡി പി, അല്ലെങ്കിൽ ടി ഡി എസ് പ്ലസ് വി ഡി പി. അപ്പൊ നമ്മൾ ടി ഡി എസ് പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. ടി ഡി എസ് കട്ട് ചെയ്താൽ വി ഡി പി മൈനസ് എസ് ഡി ടി ആണ് ഡി ജി വരുന്നത്. വി ഡി പി മൈനസ് എസ് ഡി ടി, അത് നമ്മൾ ഓപ്ഷൻ 2-ലുണ്ട്. ഓപ്ഷൻ 2 നോക്കിയാൽ 4312, 4312. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. സെലക്ട് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സക്ഷൻ ഓഫ് എയർ ഇൻടു സിലിണ്ടർ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ ഡീസൽ സൈക്കിൾ. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡീസൽ സൈക്കിളിൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് സക്ഷനും എക്സോസ്റ്റും നടക്കുന്നത്. ബേണിംഗ് ഓഫ് ഫ്യൂൽ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻ എ ഡീസൽ സൈക്കിൾ. അതായത് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഡീസൽ സൈക്കിൾ. അപ്പോൾ ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹീറ്റ് അഡീഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻ ഡീസൽ സൈക്കിൾ, ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹീറ്റ് റിജക്ഷൻ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അത് തെറ്റാണ്. കോൺസ്റ്റന്റ് പ്രഷർ അല്ല, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഡീസൽ സൈക്കിളിൽ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് തെറ്റായ ഉത്തരം, തെറ്റായ സ്റ്റേറ്റ്മെന്റ്. നമ്മളോട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. സോ റോങ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഓട്ടോ സൈക്കിൾ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കംപ്രഷൻ റേഷ്യോയിൽ ഓട്ടോ സൈക്കിൾ ഈസ് greater than diesel cycle. For the same compression efficiency of dual cycle is more than auto cycle. അതും തെറ്റാണ്. ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി is higher than dual cycle for same compression ratio. ഇനി same maximum temperature and pressure efficiency of diesel cycle is less than that of auto cycle. അതും തെറ്റാണ്. മാക്സിമം ടെമ്പറേച്ചർ സെയിം ആയിക്കൊണ്ടുള്ള സൈക്കിളിൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ ഈസ് ഹയർ ദാൻ എഫിഷ്യൻസി ഓഫ് ഓട്ടോ, ലെസ് അല്ല ഹയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നതിൽ 3 പേരും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നൺ ഓഫ് ദീസ്, ഇതിലാരും തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 22ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ. 23ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എ വാൾ വിച്ച് ഈസ് ഇംപെർമിയബിൾ ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ്. അതായത് ഹീറ്റിനെ കടത്തിവിടാത്ത വോൾ ഏതാണ്? ഓബ്വിയസ്ലി നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം, അഡയാബാറ്റിക്. അഡയാബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറിനെ പെർമിറ്റ് ചെയ്യാത്തത്. സോ അഡയാബാറ്റിക് വോൾ ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇനി സൈക്ലിക് പ്രോസസ്, ഒരു സൈക്ലിക് പ്രോസസ് നടക്കുകയാണ്, അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ആണ്. അങ്ങനെ സൈക്ലിക് പ്രോസസ് നടക്കുമ്പോഴുള്ള ഹീറ്റ് ട്രാൻസ്ഫർ തന്നിട്ടുണ്ട്. +75, -25, +20, -15. What is the net heat loss during the cycle? Net heat loss during the cycle. ഇത് ക്വസ്റ്റ്യനിൽ ചെറിയൊരു നമ്മൾ കൺവേ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കണമായിരുന്നു. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ 75 -25 50 +20 70 70 -15 55. അങ്ങനെ ഒരു ആൻസർ നമുക്കില്ല. സോ നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞ് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, അതായത് ഇവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ചിലപ്പോൾ ഇതായിരിക്കാം നെറ്റ് ഹീറ്റ് ലോസ്. ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കിളിൽ നടക്കുന്ന ടോട്ടൽ ഹീറ്റ് റിജക്ഷൻ, ഈ സൈക്കിൾ നടന്നപ്പോഴുള്ള ടോട്ടൽ ഹീറ്റ് റിജക്ഷൻ. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് റിജക്ഷൻ എല്ലാം തന്നെ നെഗറ്റീവ് വാല്യൂ ഉള്ള ആൾക്കാരാണ്. സോ നെഗറ്റീവ് വാല്യൂ ഉള്ള 2 പേരെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -25 -15 -40 കിലോ ജൂൾ ആണ് ഹീറ്റ് റിജക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ ഹീറ്റ് റിജക്ഷൻ, നെറ്റ് ഹീറ്റ് ലോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ഒരു നെഗറ്റീവ് സൈനിന്റെ ആവശ്യം പിന്നെ പറയേണ്ടതില്ല. നെറ്റ് ഹീറ്റ് ലോസ് എന്ന് പറയുമ്പോഴേ അതിനകത്ത് നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ആൻസർ 40 കിലോ ജൂൾ പറയാം. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എ നമുക്ക് വാലിഡ് ആയിട്ട് വരും.
സോ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ക്ലിയർ അല്ല. ഈ ക്വസ്റ്റ്യനിൽ നിന്നും ഇത് വായിച്ചിട്ട് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് വാക്കുകൾ വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 40 കിലോ ജൂൾ ആയിട്ട് നമുക്ക് വരും. ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്, ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് റീഹീറ്റിംഗ് റാങ്കിൻ സൈക്കിൾ. റീഹീറ്റിംഗ് റാങ്കിൻ സൈക്കിളിന് അഡ്വാൻറ്റേജ് അല്ലാത്തത്. ഇതിന്റെ ആൻസർ ലെസ് മെയിൻ്റനൻസ് ഈസ് റിക്വയർഡ് ആണ് കുറെ കൂടെ ആപ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് റീഹീറ്റ് സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ ദർ ഈസ് ഇംപ്രൂവ്മെന്റ് ഇൻ തെർമൽ എഫിഷ്യൻസി. ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെല്ലാം അഡ്വാൻറ്റേജ് ആണ്. ഇൻക്രീസ് ഇൻ ഇംപ്രൂവ്മെന്റ് ഇൻ എഫിഷ്യൻസി, ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് ഉണ്ടാവുന്നു റീഹീറ്റിംഗിൽ, അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഫൈനൽ ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് ദ സ്റ്റീം ഈസ് ഇംപ്രൂവ്ഡ്, അതും കറക്റ്റ് ആണ്, അതും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ മറ്റേത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടല്ല, അത് ആക്ച്വലി ഇത് നടക്കില്ലേ റീഹീറ്റിങ്ങിന്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ആൻസർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത് ഓപ്ഷൻ എ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ പറയാം. ഇനി റേഷ്യോ ഓഫ് ഹീറ്റ് ഡ്രോപ്പ് ഓവർ മൂവിംഗ് ബ്ലേഡ് ടു ദ ടോട്ടൽ ഹീറ്റ് ഡ്രോപ്പ് ടു ദ സ്റ്റേജ് ഓഫ് എ റിയാക്ഷൻ ടർബൈൻ. റേഷ്യോ ഓഫ് ഹീറ്റ് ഡ്രോപ്പ് മൂവിംഗ് ബ്ലേഡും ഫിക്സഡ് ബ്ലേഡ് ടോട്ടലും അതിന്റെ റേഷ്യോ നമുക്ക് അറിയാവുന്നതാണ്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്നാണ് നമുക്ക് അതിന് പഠിച്ചിരിക്കുന്നത് നമ്മളുടെ എക്സ്പ്ലനേഷൻ. ഡിഗ്രി ഓഫ് റിയാക്ഷൻ. The frictional power of a single cylinder SI engine can be determined by frictional power കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. വില്യംസൺ ലൈൻ മെത്തേഡ് ഉണ്ട്, മോഴ്സ് ടെസ്റ്റ് ഉണ്ട്, മോട്ടറിംഗ് ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പറയാം. സോ എനി ഓഫ് ദി അബവ് ആണ് നമ്മളുടെ ആൻസർ. The free air delivered is less than the displacement of the compressor because FAD എന്ന് പറയുന്നത് കംപ്രസറിന്റെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന എയറിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ അത് ലെസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കംപ്രസറിനേക്കാളും. കാരണങ്ങൾ പറയുന്നത് ഇത് നമ്മുടെ തെർമൽ കുർമിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു 4 കാരണങ്ങൾ. അതിനകത്ത് 3 കാരണങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ഈ 3 കാരണങ്ങളും ഇതിന് ലെസ് ആവാനുള്ള കാരണങ്ങളാണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഓൾ ഓഫ് ദീസ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ആഡിങ് ഇൻസുലേഷൻ ടു എ ഹോട്ട് സിലിണ്ടറിക്കൽ പൈപ്പ്. ഇൻസുലേഷൻ, ഒരു സിലിണ്ടറിക്കൽ പൈപ്പിൽ നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഗ്രാഫ് ഒക്കെ വരച്ചിട്ട് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. സോ ഇൻസുലേഷൻ ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ട്രാൻസ്ഫർ കൂടിയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തും, മാക്സിമം എത്തും, എന്നിട്ടേ കുറയുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതില് ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അപ് ടു എ പർട്ടിക്കുലർ തിക്നെസ് ആൻഡ് ദെൻ ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി ദ ടെമ്പറേച്ചർ ഓഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് എ 30 cm thick plane wall are 45 and 25 degrees Celsius respectively. Thermal conductivity of the material is 80 watts per meter Kelvin. The temperature at an interior point of a wall 24 cm distant from the outer wall. ഓക്കെ, അപ്പോൾ ഒരു വോൾ സ്ലാബ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ അപ്ലൈ ആണെങ്കിൽ, അതായത് KA ഡെൽറ്റ T ബൈ ഡെൽറ്റ എക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ സെയിം ആകും. അത് നമ്മൾ ഏത് ഡിസ്റ്റൻസിലാണെങ്കിലും അത് സ്റ്റഡി ഫ്ലോ ആകുമ്പോഴത്തേനും നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ സെയിം ആകും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാം KA T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L, ഇത് ഫസ്റ്റ് കണ്ടീഷൻ, ഈക്വൽ ടു KA T1 മൈനസ് T2 ഡിവൈഡ് ബൈ L സെക്കൻഡ് കണ്ടീഷൻ. രണ്ട് കണ്ടീഷനിലും K സെയിം ആണ്, ഏരിയയും സെയിം ആണ്. അപ്പോൾ നമുക്ക് അതും കട്ട് ചെയ്ത് കളയാം. ഫസ്റ്റ് കണ്ടീഷന്റെ T1 T2 നമ്മൾ നോക്കുകയാണെങ്കിൽ 45 മൈനസ് 25 ഡിവൈഡ് ബൈ ലെങ്ത് നോക്കുകയാണെങ്കിൽ 30 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു, രണ്ടാമത്തതിലും ഇന്നറിന്റെ ടെമ്പറേച്ചർ മാറുന്നില്ല, ഇന്നറിന്റെ ടെമ്പറേച്ചർ 45 തന്നെ. ഔട്ടറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ടർ നമുക്ക് അറിയില്ല. ഡിവൈഡഡ് ബൈ 24 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ ഔട്ടർ വോൾ. അപ്പൊ ഇവിടെ ലെങ്ത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതാണ് വോളെങ്കിൽ ആദ്യം 30 സെന്റിമീറ്റർ ഇതാ ഇത്ര, രണ്ടാമത്തത് ഇതാണ് ഇന്നർ, ഇതാണ് ഔട്ടർ. ഔട്ടറിൽ നിന്നും 24 സെന്റിമീറ്റർ അകത്തോട്ട്, 24 സെന്റിമീറ്റർ അകത്തോട്ടെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കേസിൽ തിക്നെസ് എന്ന് പറയുന്നത് 24 കുറച്ച് കഴിഞ്ഞാൽ, 30-ന് 24 കുറച്ച് കഴിഞ്ഞാൽ 6 വരുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 6 ഇവിടെ 5 ടൈംസ് 45 മൈനസ് 25 20, 20 ബൈ 5 എന്ന് പറയുന്നത് 4. സോ ഇസ് ഈക്വൽ ടു 4 ഇസ് ഈക്വൽ ടു 45 മൈനസ് T2, or T2 is equal to 45 minus 4, which is equal to 41 degree
സെൽഷ്യസ്. സോ ഔട്ടർ വാളിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 41 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് വരും. Two circular discs of diameter 20 cm each are placed 2 meter apart. Their emissivities are 0.3 and 0.5 equivalent emissivity of the system. Actually, equivalent emissivity of system in the equation എന്ന് പറയുന്നത് 1 minus epsilon 1 by epsilon 1 plus 1 by f12 plus 1 minus epsilon 2 by epsilon 2 a2 by a1. ഇതാണ് നമ്മൾ ഇക്വലന്റ് എമിസിവിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ 1 എപ്സിലോൺ 2 ഒക്കെ തന്നിട്ടുണ്ട്. A1 A2 നമുക്ക് കട്ട് ചെയ്ത് പോകും. F12 കണ്ടുപിടിക്കാനാണ് ഈ 2 മീറ്റർ അപ്പാർട്ടും ഇതൊക്കെ തന്നിരിക്കുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് വാല്യൂ അങ്ങോട്ട്, ഒന്നാമത് ഇത് നമുക്ക് സാധാരണ ഒരു PSC ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ബിക്കോസ് ഈ F12 ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഗ്രാഫ് ഉണ്ട്, ഒരു ചാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ സെറ്റ്സ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റർ ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ F12 കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. അങ്ങനെ നമ്മൾ 1 ഇട്ട് കഴിഞ്ഞാൽ, F12 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ സംതിങ് നിയർ ടു 0.2 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. സോ ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം F12 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനമല്ല വിത്തൗട്ട് ദ യൂസ് ഓഫ് ചാർട്ട്. നമുക്ക് ചാർട്ടിൽ നിന്നാണ് നമ്മളത് യൂഷ്വലി കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതില്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനെ 1 ആയിട്ട് അസ്യൂം ചെയ്താൽ നമുക്ക് സംതിങ് നിയർ ടു 0.2 കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഡി പറയാനേ ഉള്ളൂ. പക്ഷെ ഇത് മോസ്റ്റ്ലി ക്യാൻസൽ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി when the compressor work input of a gas turbine is reduced, compressor work input കുറയുമ്പോൾ, ഇപ്പോൾ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വർക്ക് റേഷ്യോ, നെറ്റ് വർക്ക് ഔട്ട്പുട്ട്, ഗ്രോസ് വർക്ക് ഔട്ട്പുട്ട് തന്ന സ്ഥിതിക്ക് നമുക്കറിയാം നെറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു W ടർബൈൻ മൈനസ് W കംപ്രസർ വർക്ക്. വർക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു W നെറ്റ് ബൈ W ടർബൈൻ. ഇതിൽ കംപ്രസറിന്റെ വർക്കാണ് കുറയുന്നത്. കംപ്രസറിന്റെ വർക്ക് കുറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടും. സോ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടിക്കഴിഞ്ഞാൽ ആരും കൂടും? വർക്ക് റേഷ്യോ കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ഈസ് അവൈലബിൾ. വർക്ക് റേഷ്യോ ഈസ് ഇൻക്രീസ്ഡ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. അടുത്തത് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഒരു ഓയിൽ 10,000 kilogram per hour of an oil having a specific heat of 2090 is cooled from 82 to 50 degrees Celsius by 8,000 of water entering at 25. What is the exit temperature of water? Assume CP of water as 4180 kilojoule per Kelvin. ഇത് QH is equal to QC, ഹോട്ട് ഫ്ലൂയിഡിന്റെ ഹീറ്റ് തന്നെ കോൾഡ് ഫ്ലൂയിഡ് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള അസംഷൻ. അതിൽ നിന്നും MH CPH ഡെൽറ്റ TH is equal to MC CPC ഡെൽറ്റ TC. അതായത് 10,000 അതിന്റെ സ്പെസിഫിക് ഹീറ്റ് 2090 ഇൻറ്റു 82 മൈനസ് 50 is equal to MC 8,000 ഇൻറ്റു 4180 ഇൻറ്റു വാട്ടറിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ അറിയില്ല മൈനസ് തന്നിരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഇത് 2 കട്ടായി പോവും. ഇവിടെ ഒരു 3 0, ഇവിടെ ഒരു 3 0 പോവും. ഇത് നമുക്ക് 32 വരും. 2 into 8 16 ആണ്. 16 32 2 ടൈംസ് പോവും. സോ 2 into 10 20 വരും. 20 plus 25 അതായിരിക്കും കോൾഡ് ടെമ്പറേച്ചർ ഔട്ട്ലെറ്റ്. 20 plus 25 എന്ന് പറയുന്നത് 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി. ഇനി ഇതിൻ്റെ ഒന്ന് റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. നോക്കുകയാണെങ്കിൽ എ പാർട്ട് ഓഫ് ലിക്വിഡ് റെഫ്രിജറന്റ് ഇവാപ്പറേറ്റ്സ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ഇൻ എ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് കറക്റ്റ് ആണ്. സോ അത് നമുക്ക് നോക്കണ്ട. പിന്നെ an electrolytic refrigerator is a vapor absorption system without any pump. അതും കറക്റ്റ് ആണ്, റോങ് സ്റ്റേറ്റ്മെന്റ് അല്ല. In aqua ammonia vapor absorption system, incomplete rectification leads to accumulation of water in condenser. അതെ, വാട്ടറിനെ റെക്ടിഫൈ ചെയ്യാനാണ് അതിനകത്ത് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. In a lithium bromide refrigerant system, water is used as a absorbent. അത് തെറ്റാണ്. ലിഥിയം ബ്രോമൈഡ് സിസ്റ്റത്തിനകത്ത് ലിഥിയം ബ്രോമൈഡ് ആണ് അബ്സോർബന്റ്, വാട്ടർ റെഫ്രിജറന്റ് ആണ്. സോ ഇതാണ് നമ്മളുടെ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. റെഫ്രിജറേഷൻ സിസ്റ്റം ഓപ്പറേറ്റ്സ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്റ് സിസ്റ്റം. ഹയർ ടെമ്പറേച്ചർ ഇസ് ഗിവൺ ആസ് TH 27 ഡിഗ്രി സെൽഷ്യസ്. ഇതൊക്കെ നമ്മൾ പലതവണ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്.
TL minus 3 degree Celsius. So 270 Kelvin, ഇത് 300 Kelvin. നമുക്ക് TL ഉള്ളപ്പോൾ COP കണ്ടുപിടിക്കാം. COP is equal to Q by W എന്നാണ് ആൻസർ. Q എന്ന് പറയുന്നത് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, 2 ton of refrigeration. So 2 into 3.5 kilowatt divided by W. അപ്പോൾ TL by TH minus TL 270 divided by 300 minus 270 എന്ന് പറയുമ്പോൾ നമുക്ക് 9 കിട്ടും. സോ 7/9 ആയിരിക്കും നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. 7/9 നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 0.778. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. 0.77 അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ നോക്കിയാൽ 0.7 എന്ന് പറഞ്ഞ് കാണാം. 7/9 അതാണ് നമുക്ക് കിട്ടുന്നത്. 7/9 0.707 ടൈംസ് 63. 7 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ 7777 അങ്ങനെ പോയാണ് നമ്മൾ 778 എന്ന് പറയുന്ന ഒരു വാല്യൂ എഴുതിയത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. A room of 100 meter cube volume is occupied by an air water mixture at 38 degree Celsius. ഓക്കെ, ഒരു റൂം ഉണ്ട്, അതിന്റെ വോളിയം ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചർ തന്നുണ്ട്. സോ ടെമ്പറേച്ചർ is simply DBT, dry bulb temperature. The atmospheric pressure is 1 bar. Adu okay. Relative humidity is 70%. Relative humidity phi is equal to 70%. Relative humidity equation PV by PVS. The saturation pressure of water corresponding to 38 degree Celsius is 0.066 bar. അതായത് 38 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ DBT കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷർ തന്നിട്ടുണ്ട്. DBT കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷറിനെയാണ് നമ്മൾ PVS എന്ന് പറയുന്നത്, സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ. അപ്പോൾ ഫൈ തന്നിട്ടുണ്ട്, PVS തന്നിട്ടുണ്ട്. പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്, PV ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 70%, 0.7 ഇൻറ്റു PVS എന്ന് പറയുന്നത് 0.066 ഇതായിരിക്കും നമ്മളുടെ PV. 0.066 ഇൻറ്റു 0.7 ചെയ്യുമ്പോഴത്തേനും നമുക്ക് 0.0462 എന്ന് പറയുന്നൊരു ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. അടുത്തത് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ശരിയായിട്ടുള്ളത്. ലോക്കോമോട്ടീവ് ബോയിലർ ഈസ് എ വാട്ടർ ട്യൂബ് ബോയിലർ. തെറ്റ്. വാട്ടർ അതൊരു ഫയർ ട്യൂബ് ബോയിലർ ആണ്, ഇതല്ല. കോർണിഷ് ബോയിലർ ഈസ് എ സിംഗിൾ ട്യൂബ് ബോയിലർ. ബോയിലേഴ്സ് സിംഗുലർ ട്യൂബും മൾട്ടിപ്പിൾ ട്യൂബും എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ നമ്മൾ അതിനകത്തുണ്ട്. അപ്പൊ നമുക്കറിയാം കോർണിഷ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്യൂബ് ബോയിലർ ആണ്. അപ്പൊ ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർ എ ഗീവൺ പവർ വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ഒക്കുപൈ മോർ ഫ്ലോർ ഏരിയ. അവിടെയും നമ്മൾ ഫയർ ട്യൂബ് കുറെ എടുക്കുമെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുമല്ല. Fire tube boiler has a higher rate of steam production. Fire tube boiler has a lower rate of steam production. അപ്പോൾ ഇതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ബാക്കി മൂന്നും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Which of the following is not a commonly used boiler mountings? ബോയിലർ മൗണ്ടിങ് അല്ലാത്തത് ആരൊക്കെ? പ്രഷർ ഗേജ് മൗണ്ടിങ് ആണ്. ഫീഡ് ചെക്ക് വാൽവ് മൗണ്ടിങ് ആണ്. ബ്ലോ ഓഫ് കോക്ക് മൗണ്ടിങ് ആണ്. സോ ഫീഡ് പമ്പ് മൗണ്ടിങ് അല്ല, അത് അക്സസറി ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ഫീഡ് പമ്പ്. The conditional stability of a floating body in terms of I, submerged volume, and GB, distance between center of gravity and center of buoyancy. നമ്മൾ പഠിച്ചിട്ടുണ്ട് GM എന്ന് പറയുന്നത് I/V minus BG. ഇതിനകത്ത് GM എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഇത് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ I/V എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ BG ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, സ്റ്റെബിലിറ്റി ഉണ്ട്. സോ I/V ഗ്രേറ്റർ ദാൻ GB അല്ലെങ്കിൽ BG എന്ന് പറയുന്നതാണ് കണ്ടീഷൻ, നമ്മുടെ ഇവിടുത്തെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. As temperature of the liquid increases, the NPSHA, net positive suction head at the inlet of centrifugal pump, എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. വേപ്പർ പ്രഷർ കൂടുകയാണെങ്കിൽ NPSH കുറയും. സോ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ NPSH ഡിക്രീസസ്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ക്വസ്റ്റിന്റെ ആൻസർ. If there is a 1% error in measuring head over the apex of a rectangular notch, the error which occurs in the discharge is. Rectangular notchil ഡിസ്ചാർജും ഹെഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് QH⁻³ എന്നാണ്. അപ്പൊ നമ്മൾ dQ/Q will be equal to 3/2 DH/H. ഇതിൻ്റെ അകത്ത് DH/H ആണ് 1% തന്നിരിക്കുന്നത്. അപ്പോ DQ എന്ന് പറയുന്നത് 1.5, 3/2 ഇൻറ്റു
ഇയാളുടെ ആയിരിക്കും. സോ 1.5 ഇൻറ്റു അയാളുടെ എന്ന് പറയുന്നത് 1%. അപ്പൊ നമ്മൾക്ക് ആൻസർ 1.5%. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓപ്ഷൻ ഡി. Darcy's friction factor is proportional to chassis, inversely proportional to chassis, inverse proportional to square of chassis, inversely proportional to square of chassis constant. For FL V square by 2GD ആണ് HF-ന്റെ equation, and at the same time V is equal to C root MI, where I HF by L. C എന്ന് പറയുന്നതാണ് chassis constant. അപ്പോൾ V square നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറും? 4FL C square MI divided by 2GD. അപ്പോൾ FC square is equal to HF. ഇനി നമുക്കറിയാം I എന്ന് പറയുന്നത് HF by L ആണ്. അപ്പോൾ ഇവിടെ ഐക്ക് പകരം HF by L കൊടുത്താൽ HF കട്ട് ചെയ്ത് പോവും. പിന്നെ M എന്ന് പറയുന്ന ഏരിയ ബൈ പെരിമീറ്റർ ആണ്. പിന്നെ ബാക്കി ഇതിൻ്റെ അകത്തുള്ളത് L-ഉം ഡയമീറ്ററും G-യും മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ബാക്കിയുള്ളവരെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താൽ FC square is equal to കോൺസ്റ്റന്റ് എന്ന് വരും. അല്ലെങ്കിൽ F is equal to 1/C square കോൺസ്റ്റന്റ് എന്ന് വരും. അല്ലെങ്കിൽ F is proportional to 1/C square എന്ന് നമുക്ക് വരും. അപ്പോൾ proportional to square of chassis inversely proportional to square of chassis constant എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓപ്ഷൻ ഡി. ഇനി ബ്ലഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, അതൊക്കെ നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഡയലേറ്റന്റ് ഫ്ലൂയിഡ് ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. A turbine develops 7,000 kilowatt under a head of 20 meter at 140 rpm. The turbine is, ഇത് ആക്ച്വലി ടർബൈനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടർബൈനെ സെലക്ട് ചെയ്യാനായിട്ട് സ്പെസിഫിക് സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n√p ഡിവൈഡ് ബൈ h⁻⁴. സോ n എന്ന് പറയുന്നത് 140 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 7,000 ഡിവൈഡഡ് ബൈ 20⁵ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്തെടുക്കും എന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത് ഗ്രേറ്റർ ദാൻ 225 ആണ്. ഗ്രേറ്റർ ദാൻ 225 ആണെങ്കിൽ ആ ടർബൈൻ എന്ന് പറയുന്നത് കെപ്ലാൻ ടർബൈൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കെപ്ലാൻ ടർബൈൻ ആണ്. പക്ഷെ ഇതിലോട്ട് ഒരു PSC എക്സാമിന് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് 20⁵ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 7,000 ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുവഴി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ടഫാണ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ അവസ്ഥ നമുക്ക് അറിയില്ല. The head against which a centrifugal pump has to work is known as. Centrifugal പമ്പിന് വർക്ക് ചെയ്യേണ്ട ഹെഡ് അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മാനോമെട്രിക് ഹെഡ് എന്നാണ്. മാനോമെട്രിക് ഹെഡ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. A jet of water diameter 1 centimeter moving with a velocity of 25 meter per second strikes a hinged square plate of weight 98 Newton at its center. The angle through which the plate will swing. അപ്പോൾ ഹിഞ്ചഡ് കേസിൽ എത്രമാത്രം പ്ലേറ്റ് സ്വിങ് ചെയ്യും അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. sin θ is equal to ρa v square by w. റോ എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു π/4. ഏരിയ എന്ന് പറഞ്ഞാൽ π/4 d സ്ക്വയർ. ഡയമീറ്റർ 1 സെന്റിമീറ്റർ. സോ 1 × 10⁻⁻2 ഹോൾ സ്ക്വയർ ഇൻറ്റു v സ്ക്വയർ 25 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98. ഇത് സോൾവ് ചെയ്യുമ്പോൾ സംതിങ് സിമിലർ ടു 1/2 എന്ന് വരും. സോ തീറ്റ വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എക്സാമിന് നിങ്ങൾ എടുക്കണം എന്ന് എനിക്കറിയില്ല. അത് കുറച്ച് നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ഓക്കെ, അടുത്തത് എ സർക്കുലർ ടാങ്ക് ഓഫ് ഡയമീറ്റർ 2 meter contains water up to a height of 4 meter. The tank is provided with an orifice of 20 centimeter at the bottom. The time taken by water to completely empty the tank is approximately CD തന്നിട്ടുണ്ട്. ടൈം ടേക്കൺ ഫോർ എംറ്റിയിങ് ഇൻ ദ ഇക്വേഷൻ, അതായത് കംപ്ലീറ്റ് എംറ്റിയിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ 2a root of h1 divided by CDA root 2g. അത് h1 എന്ന് പറയുന്നതാണ് 4 meters. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ടാങ്ക് π/4 2 സ്ക്വയർ എടുക്കണം. ഒറിഫൈസിന്റെ ഏരിയ ആണ് സ്മോൾ എ, π/4
0.2 ഹോർസ് പവർ എടുക്കണം. CD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, G സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവരെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വലിയൊരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 150 സെക്കൻഡ്സ്. ഓക്കെ, 150ക്ക് നിയർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് 48th ക്വസ്റ്റ്യൻ. ദ ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് ഓഫ് എ പെൽട്ടൺ വീൽ. ജെറ്റ് ഓഫ് പെൽട്ടൺ വീൽ തന്നിരിക്കുന്നത് 90 mm ആണ്. ആക്ച്വലി 90 mm ആയിരുന്നേ. And the diameter of the runner is 1.08 meters. 1.08 meter. The number of buckets കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 15 plus d by 2d. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് റണ്ണറിന്റെ ഡയമീറ്റർ, സ്മോൾ ഡി എന്ന് പറയുന്നത് ജെറ്റിന്റെ ഡയമീറ്റർ. സോ 15 പ്ലസ് ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് ജെറ്റ് അറിയില്ല, നമ്പർ ഡയമീറ്റർ ഓഫ് റണ്ണർ 1.0 മീറ്റർ. 1.08 ഡിവൈഡഡ് ബൈ സ്മോൾ ഡി 90 mm ആണ്. 0.09 2 into 0.09 15 പ്ലസ് 1.08 ഡിവൈഡ് ബൈ 18 0.18 വരും നമുക്ക് അല്ലേ. അതായത് 2 into 0.09 0.18 വരും. 1.08 ഡിവൈഡ് ബൈ 0.18. ഈ ഒരു കാൽക്കുലേഷൻ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 10ന്റെ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് തെറ്റിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. സമയം എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1.08 ബൈ 0.18 എന്ന് പറയുന്നത് 6 വരും. സോ 15 പ്ലസ് 6 21. സോ 21 ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓപ്ഷൻ ഡി 21. A Pelton wheel operates under a head of 250 meter at a speed of 1400 rpm. To operate very close to a maximum efficiency, the mean diameter of the Pelton wheel is nearly. മാക്സ് എഫിഷ്യൻസിക്ക് ഇതായിട്ട് നമ്മുടെ പെൽട്ടൺ വീലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ U is equal to V1/2. യുവിൻ്റെ ഇക്വേഷൻ πdn/60. V1ന്റെ ഇക്വേഷൻ ഐഡിയൽ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ √2gh ഡിവൈഡ് ബൈ 2. തന്നിരിക്കുന്ന ഡേറ്റാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സ്പീഡ് 1400, ഇത് 60, സ്ക്വയർ റൂട്ട് ഓഫ് 2 into g 9.81 ആണ്, ഇൻറ്റു h എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 250 ഡിവൈഡഡ് ബൈ 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് d എന്ന് പറയുന്നത് is equal to 0.477 മീറ്റേഴ്സ്. ഇങ്ങനെ ഒരു ആൻസർ നമ്മളുടെ ഓപ്ഷനിൽ ഇല്ല. മറിച്ച് 48 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ആൻസർ നമുക്ക് എടുക്കാം. 47.7 സെന്റിമീറ്റർ ഇതെടുക്കാം. അങ്ങനെ എടുത്താൽ നമുക്ക് ഓപ്ഷൻ സി വരും. പക്ഷേ ഇതിന്റെ എക്സാക്ട് വാല്യൂ നമുക്കില്ല. ഇതാണ് കറക്റ്റ് വാല്യൂ. അതുമല്ല, ഓപ്ഷനിൽ മീൻ ഡയമീറ്റർ ഓഫ് ദ പെൽട്ടൺ വീൽ ഈസ് നിയർ പറഞ്ഞിട്ടുള്ളൂ. അത് സെന്റിമീറ്റർ എന്നോ മീറ്റർ എന്നോ പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിലും നമുക്ക് അവിടെ അഡ്വാൻറ്റേജ് ആണ്. സോ അഡ്വാൻറ്റേജ് എന്നല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ മോസ്റ്റ്ലി ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. The degree of reaction of a Kaplan turbine is, Kaplan turbine degree of reaction എന്ന് പറയുന്നത് 0.5നും 1നും ഇടയ്ക്കാണ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ഇവിടെ ഈ സെഷനിൽ പറയാനായിട്ട് ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഓൾ. ഓക്കെ, അന്നേരം ഞാൻ പാർട്ട് 50 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 51 ഓൺവേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോഡ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് ഫോർ ദി പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്റ്റേറ്റ് ഫാർമിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 51th ക്വസ്റ്റ്യൻ, ദ ക്ലോസ് പാക്ക് സീക്വൻസ് ഓഫ് ABAB is found in dash crystalline arrangement. ABAB എന്ന ആ സീക്വൻസിൽ നമ്മൾ ക്രിസ്റ്റലൈൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണോ? സ്ട്രക്ചർ PCC ആണോ, BCC ആണോ, HCP ആണോ, നൺ ഓഫ് ദി അബോ ആണോ? സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് HCP ആണ്. ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ക് ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HCP is the answer. So 52nd question, ഇത് quite കോമൺ ആയിട്ട് വരാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Which of the following is not denoted by 211 as per the conversion of Miller indicates? ഇതൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രം ആൻസർ ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആണ്. ഇതിൽ 211 ഡാഷ് മേലുള്ള 121
ഇതിൽ ഇല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്, നൺ ഓഫ് ദി അബോവ്. ഈ സീരീസിൽ ആക്ച്വലി വരാത്തത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 121 is not included in the series. That is ഈ മില്ലർ കൺവേർഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടാതെ, ഡിനോട്ട് ചെയ്യപ്പെടാതെ വരുന്നത് 121. ഇതിപ്പം ആ നമ്പർ ഇല്ലാത്ത നോക്കി ആൻസർ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Miller indicates of a plane is given by 210. The intercepts of the plane with the 3 coordinate axes ആണ് x ഉം y ഉം z വാല്യൂം കണ്ടുപിടിക്കണം. അന്നേരം 210 വെച്ചിട്ട് മില്ലർ ഇൻഡിക്കേറ്റ്സിൽ കൊടുത്തിട്ട് എക്സ് വാല്യൂ, വൈ വാല്യൂ, z വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂ ഹാഫും വൈ വാല്യൂ 1ഉം ഇസഡിൽ ഇല്ല 0യും തന്നെ വരും. ഓക്കെ, അന്നേരം ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, സോ മൂവിങ് ടു ദ 54th question. Hume-Rothery rule for exclusive substitutional solid solubility state, that is that the electronegativity values of the solvent and solute B. ഓക്കെ, അന്നേരം ഇവിടെ ചോദിച്ചേക്കുന്നത് ഒന്ന് വ്യക്തമായിട്ട് നോക്കുക, ഓപ്ഷൻസ് നോക്കുക. നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, ക്ലോസ് ആകാം, 1 നെഗറ്റീവ് ആൻഡ് അതർ പോസിറ്റീവ്. ഓക്കെ, അന്നേരം ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് തോന്നുന്നത് ക്ലോസ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി, ക്ലോസ് ഈസ് ദ ആൻസർ. ഓക്കെ, ക്ലോസ് ടു ദാറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ലൈക്ക് ബോൺസ് 55th ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ബോൺസ് ആർ പ്രിഫേർഡ് വെൻ എൻതാൽപി ഓഫ് ദ മിക്സിംഗ് ഈസ്. എന്താ ലൈക്ക് ബോൺസ് പ്രിഫർ ചെയ്യുന്നു? എൻതാൽപി ഓഫ് ദ മിക്സിംഗ്. എൻതാൽപി നമുക്ക് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം, ഡിക്രീസിങ് ആകാം. അപ്പം ലൈക്ക് ബോണ്ട് പ്രിഫർ ചെയ്യുന്നത് എൻതാൽപി ഓഫ് ദ മിക്സിംഗ് നെഗറ്റീവ് ആകുമ്പോഴാണ്. നെഗറ്റീവ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബട്ട് ഇതില് ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. മേ ബി നമുക്ക് 0 അടുത്ത് വരുന്ന വാല്യൂ ആയതുകൊണ്ട് ചിലയിടത്ത് 0 ആൻസർ ആയിട്ട് കണ്ടിട്ടുണ്ട്. അന്നേരം ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ആസ് പെർ മൈ എന്താ പറയാ, എന്റെ കൺസെപ്റ്റില് ഇത് നെഗറ്റീവ് ആവാനാണ്. നമുക്ക് ഫൈനൽ ആൻസർ കീ നോക്കാം, എന്താ അറിഞ്ഞാലും അവരെന്താണ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് എന്തായാലും നോക്കാം. ഓക്കെ, ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 56. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ബർഗർ വെക്ടർ ഓഫ് എ സ്ക്രൂ ഡിസ്ലൊക്കേറ്റ് is always perpendicular to the dislocating line. Okay, ബർഗർ വെക്ടർ പറയുന്നത് screw dislocation is always perpendicular to the dislocation line. Okay, there is no unique defined slip plane for a screw dislocate. ഒരു വ്യക്തമായിട്ട് യുണീക്ക് ആയിട്ടുള്ള സ്ലിപ്പ് പ്ലെയിൻ ഇല്ല സ്ക്രൂ ഡിസ്ലൊക്കേറ്റ് എന്നാണ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്. ഇതില് 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, 2 സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണോ? സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സെക്കൻഡ് ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്, എന്ത് ചെയ്യുന്നു, 2 ട്രൂ ആണ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. അന്നേരം ഇവിടെ നമുക്ക് നോക്കും, ബർഗർ വെക്ടറിൽ സ്ക്രൂ എപ്പോഴും പെർപെൻഡിക്കുലർ എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻ 1 ഈസ് ഫോൾസ്. ഓക്കെ, 1 ഫോൾസ് ആണ്. അന്നേരം ബോത്ത് ഫോൾസ് ആണ്. സെക്കൻഡ് ഇത് നോക്കാം. അന്നേരം നമുക്കിപ്പോ ഓപ്ഷൻസ് വരുന്നത് ഡിയും ബിയും ആകാം. ദർ ഇസ് നോ യൂണിക് ഡെഫിനിറ്റ് പ്ലെയിൻ. അത് എന്താണ്, ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ സ്ലിപ്പ് പ്ലെയിന് ഒരു ഡെഫിനിറ്റ് ആയിട്ട്, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഡെഫിനിറ്റ് ആയിട്ട് ഒരു സ്ലിപ്പ് പ്ലെയിൻ കാണത്തില്ല. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് 2 ഈസ് ട്രൂ. 2 ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 57th ക്വസ്റ്റ്യൻ. വെൻ 3 ഫേസ് കോഎക്സിസ്റ്റ്, 3 ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നു in a binary phase diagram, the degrees of freedom become. So 3 ഫേസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ബൈനറി ഫേസ് ഡയഗ്രത്തിൽ. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആയിരിക്കും. 0 ഈസ് ദ ആൻസർ. 0 ഈസ് ദ ആൻസർ. ഓക്കെ, വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം നന്നായിട്ട് പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് യൂട്ടറ്റിക് റിയാക്ഷൻ occurs when the melting point of the 2 components involved are far apart. യൂട്ടറ്റിക് റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് 2 കമ്പോണൻസ്
ഇൻവോൾവ് ഫോർ എപ്പാർട്ട് ആകുമ്പോഴാണ് യൂട്ടറ്റിക് റിയാക്ഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിന് പെരിറ്ററ്റിക് റിയാക്ഷൻ ഇൻവോൾവ്സ് ഓൺലി സോളിഡ് ഫേസ്. പെരിറ്ററ്റിക് ഇത് സോളിഡ് സൊല്യൂഷനിൽ മാത്രമേ ഒക്കർ ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആകാം, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകാം. ഒന്ന് ട്രൂ, സെക്കൻഡ് ഫോൾസ്, ഫസ്റ്റ് ഫോൾസ്, സെക്കൻഡ് ട്രൂ, ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുക. ഇവിടെ പറഞ്ഞേക്കുന്ന ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഏകദേശം എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. പെരിറ്ററ്റിക് റിവേഷൻ സോൾഡ് ഫേസിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ ഓപ്ഷൻ എ ഈസ് ദ right answer. Okay, moving to the 59th question. Which of the following statement is true regarding Fick's law of diffusion? Fick's law എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. So options നോക്കാം. Option A, Fick's law applies to the time dependent concentration changes. Then Fick's law applies to the steady state diffusion. Fick's law describes the diffusional flux as proportional to the concentration gradient. Okay, then last option, Fick's second law is not related to the concentration profile. ഇവിടെ നമുക്ക് Fick's law of diffusion എന്ന് പറയുന്നത് describes the diffusion flux as proportional to the concentration gradient എന്നാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Fick's law അറിയാവുന്നവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ഫ്രം TTT ഡയഗ്രാം, ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിൽ നിന്നുള്ളതാണ്. Shifting to the nose to the left of the alloy, എന്താണ് സംഭവിക്കുക? What happens? It does not affect the hardness, increase the hardness, decrease the hardness. Then hardness depends on the alloying element added. Then TTT ഡയഗ്രത്തിൽ നോസിന്റെ ലെഫ്റ്റ് റീജിയനിലോട്ട് അലോയിങ് എലമെന്റ് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും എന്നാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നത് എന്തെന്ന് കരുതി കഴിഞ്ഞാൽ മെറ്റീരിയലിന്റെ ഹാർഡ്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡിക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ ഫ്രം മെറ്റീരിയൽ. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ്, വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇടക്കാലത്ത് PSCക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ പോപ്പുലർ ആയിരുന്നു. പിന്നെ കുറച്ച് നാല് പോപ്പുലർ അല്ലാതെ കുറച്ച് നാള് സ്റ്റേറ്റ്മെന്റ് ഒന്നും കണ്ടില്ല. ബട്ട് വീണ്ടും ആ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ബ്രാസ് ഈസ് alloy formed by copper and tin. Brass is the alloy of copper and zinc. Actually, ഇതിൽ ഏതാണ് ഉത്തരം എന്ന് ആലോചിച്ച് നോക്കും. ബ്രാസ് എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ അലോയ് ആണ്? ഓക്കെ, ഓപ്ഷൻ 2 അല്ലേ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ്. നമുക്ക് എപ്പോഴും തെറ്റുന്ന ഒരു കാര്യമാണ്. ബ്രാസ് കോപ്പറിന്റെ സിങ്ക് ആണ്, ZINC ആണ്, സിങ്കിന്റെയും അലോയ് ആണ്. ഓക്കെ, അന്നേരം ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് നമുക്ക് എപ്പോഴും തെറ്റാവുന്ന ഒരു ചാൻസ് ഉണ്ട്. കോപ്പർ ആൻഡ് സിങ്ക് മേക്സ് ദ അലോയ് ഓഫ് ബ്രാസ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം MMSC, മെറ്റീരിയൽ സയൻസിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 12ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയ എന്ന് ചോദിച്ചു. മെറ്റീരിയൽ സയൻസിൽ നിന്ന് 12ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഡ്യൂറിംഗ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഓഫ് സ്റ്റീൽ, okay, the temperature above the critical temperature and then cooled in slow air. ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിൽ അല്ലെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിൽ ഹീറ്റ് ചെയ്യുകയും സ്ലോ കൂളിംഗ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ് ഏതെന്നാണ് ചോദ്യം. അനലിംഗ് ഉണ്ട്, നോർമലൈസിംഗ് ഉണ്ട്, ടെമ്പറിംഗ് ഉണ്ട്, ഓൾ ഓഫ് ദി എബോ ഉണ്ട്. എല്ലാം ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിലാണോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. സോ ഓൾ ഓഫ് ദി എബോ ഇസ് നോട്ട് ദ ആൻസർ. ഓൾ ഓഫ് ദി എബോ അല്ല. നമുക്കറിയാം അനലിംഗ് എന്ന് വെച്ചാൽ ഫർണസ് കൂളിംഗ് ആണ്. സോ അതുകൊണ്ട് അതുമല്ല. ഇത് രണ്ടും ടെമ്പറിങ്ങും നോർമലിങ്ങും എയർ കൂളിംഗ് ആണ്. ബട്ട് നോർമലൈസിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിൽ ഹീറ്റ് ചെയ്തിട്ട് സ്ലോ ഡൗൺ ഇൻ കൂൾഡ് ഇൻ സ്റ്റിൽ എയർ, അല്ലെങ്കിൽ എയർ കൂളിംഗ് പ്രിഫർ ചെയ്യുന്നത് നോർമലൈസിംഗ് ആണ്. പക്ഷേ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴെ ഹീറ്റിംഗ് കണ്ടീഷൻ കൊണ്ടുവന്നിട്ട് എയർ കൂൾ ചെയ്ത് അത് ടെമ്പറിംഗ് ആണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നോർമലൈസിംഗ് ഈസ് ദ ആൻസർ. ഓക്കെ, സോ ഇനി കൈനമാറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് ഫോംസ് എ സ്ലൈഡിംഗ് പെയർ, ടേണിംഗ് പെയർ, റോളിംഗ് പെയർ, സ്പെറിക്കൽ പെയർ. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് എന്താണ്? ബോളും സോക്കറ്റും എന്താണ്? ഷേപ്പിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. ദേ ഫോംസ് സ്പെറിക്കൽ പെയർ ആണ്.
Okay, spherical pair is option D is the answer. Okay, next ഒരു question ആണ് ടെൻഷൻ എന്നുള്ള ബെൽറ്റ് ഡ്രൈവിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. The effective tension on the tight side ടെൻഷൻ നമുക്ക് T1 എന്ന് കൊടുക്കാം. T1 is 1000 Newton. Then slack side അത് T2 എന്ന് കൊടുക്കാം. T2 is 500 Newton. The linear velocity V is 20 meter per second. Then പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഡിഫറൻസ് ഇൻ ടെൻഷൻ T1 minus T2 into V ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 1000 minus 500 into V, velocity is 20, that is 500 into 20. 500 to 20 ചെയ്യുമ്പോഴത്തേക്ക് 10 into 10 raised to 3 എന്ന് വരും, ഇത്രയും വാട്ട്സ്. സോ 10 kilowatt is the answer. So option B ആണ് ഇവിടെ ഉത്തരം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, വലിയ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇത് എല്ലാ നമ്മൾ ബേസിക്കലി ബെൽറ്റ് ഡ്രൈവിൽ പഠിക്കുന്ന ആദ്യത്തെ ഇക്വേഷൻ ഡിഫറൻസ് ഇൻ ടെൻഷൻ ഇൻറ്റു വെലോസിറ്റി യൂണിറ്റ് നോക്കിയാൽ മതി. ന്യൂട്ടൺ വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു T1 T2 gives the Newton meter per second. Okay. Okay, dynamometer is a device used to measure. Dynamometer എന്ന് പറയുന്നത് നമ്മൾ ലാബിലൊക്കെ തെർമൽ ലാബിലൊക്കെ ലോഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്ത ഡിവൈസ് ആണ്. അത് സ്പീഡ് ഓഫ് ദ മെഷീൻ ആണോ, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ദ മെഷീൻ മെഷർ ചെയ്യുന്നത് ടാക്കോമീറ്റർ വെച്ചിട്ടാണ്. RPM ഓഫ് ദ മെഷീൻ ആണോ, അതും ടാക്കോമീറ്റർ തന്നെയാണ്. ടാക്കോമീറ്റർ ആണ് RPM തരുന്നത്. ഓക്കെ, ദെൻ വെയിറ്റ് ഓഫ് ദ മെഷീൻ ആണോ, അല്ല, പവർ ഓഫ് ദ മെഷീൻ ആണ്. ഷാഫ്റ്റ് പവർ കണ്ടുപിടിക്കുക അല്ലെ ബ്രേക്ക് പവർ കണ്ടുപിടിക്കാനാണ് നമ്മൾ dynamometers use it. That is option D is the answer. The type of moving to 66th question aane. The type of gear used to connect two non-parallel non-intersecting shaft. രണ്ടും നോൺ പാരലൽ ആയിരിക്കണം, നോൺ ഇന്റർസെക്റ്റിംഗ് ആയിരിക്കണം. സ്ട്രെയിറ്റ് സ്പർ ഗിയർ, സ്ട്രെയിറ്റ് ബെവൽ ഗിയർ, ക്രോസ് ഹെലിക്കൽ ഗിയർ, സ്പൈറൽ ഗിയർ. ഓക്കെ, പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, സ്പർ ഗിയർ. സോ ഇത് എന്തല്ല ആൻസർ അല്ല. സ്ട്രെയിറ്റ് ബെവൽ ഗിയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പാരലൽ ആണ്, ബട്ട് ഇന്റർസെക്റ്റിംഗ് ആണ്, 90 ഡിഗ്രി ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ സ്പൈറൽ ഗിയറും ഒരു ടൈപ്പ് ഓഫ് ബെവൽ ഗിയർ ആണ്. ഇത് ബെവൽ ആണ്, ലെവൽ അല്ല, ബെവൽ, BEVL ആണ് കേട്ടോ. ഓക്കെ, ഈ സ്പൈറൽ ഗിയർ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് എന്താണ്, ബെവൽ ഗിയർ. സോ ഇത് രണ്ടും എന്താണ്, ഈ രണ്ട് സ്ട്രെയിറ്റ് ബെവൽ ഗിയറും സ്പൈറൽ ബെവൽ ഗിയറും നോൺ പാരലൽ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ പവർ ട്രാൻസ്മിറ്റ് യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ക്രോസ് ഹെലിക്കൽ ഗിയർ ഇസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ ഹിയർ. ഓക്കെ, ഗിയർ ഡ്രൈവിൽ നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഗിയർ ട്രെയിൻ where the axis of the gear have motion, axis of the gear motion ഉണ്ട്. Straight bevel gear train, epicyclic gear train, then reverted gear train, compounded gear train. ഓക്കെ, ഇതിൽ നമുക്ക് അറിയാം ആക്സിസിന് മോഷൻ വരുന്ന എപ്പിസൈക്ലിക്കിനാണ്. ഒരു സണ്ണും പ്ലാനറ്റ് ഗിയേഴ്സും കാണും, ഒരു റിംഗ് ഗിയേഴ്സ് ഉണ്ടാകും കേട്ടോ. ഇത് സൺ ഗിയർ, ഇത് പ്ലാനറ്റ് ഗിയർ, ഇത് റിംഗ് ഗിയർ. ഓക്കെ, ഇതിന് ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കറങ്ങാനുള്ള ഓപ്ഷൻ ഇതിനുണ്ട്. നേരക്ക് പ്ലാനറ്റ് ഗിയേഴ്സിന് റിംഗ് ഗിയറിൽ കിടന്ന് കറങ്ങുമ്പോൾ അതിന്റെ ആക്സിസേ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൺ ഗിയർ ഒരിടത്ത് തന്നെ നിൽക്കുകയാണ്. ഈ ഒന്നിലധികം വേണമെങ്കിൽ ഒന്നിലധികം എന്തുണ്ടാവാം, പ്ലാനറ്റ് ഗിയേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കടന്നു ചുറ്റും. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ് ആക്സിസിന് മോഷൻ വരുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ അനദർ ക്വസ്റ്റ്യൻ. ഗവർണേഴ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Governor power is defined as a product of governor effect and sleeve lift. A governor effect divided by the sleeve lift, the product of governor lift and the difference of the radius of rotation of maximum and minimum speed, none of the above. So ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ദ ഗവർണർ എഫക്റ്റിനെ കൊണ്ട് ഇൻ ടു ദ റേഡിയസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ആ ടോർക്ക് ഇൻറ്റു റേഡിയസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു എഫേർട്ട് ഇൻറ്റു റേഡിയസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മിനിമം സ്പീഡിൽ റേഡിയസ് ഓഫ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗവർണറിന്റെ പവർ കിട്ടും. പവർ ഓഫ് ദി ഗവർണർ വിൽ ബി ഗെറ്റിംഗ്. ഓക്കെ, ഇൻ ആൻ ഓട്ടോമൊബൈൽ ഇഫ് ദ വെഹിക്കിൾ മേക്സ് എ ലെഫ്റ്റ് ടേൺ, ഗൈറോസ്കോപ്പി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഗൈറോസ്കോപ്പിക് ടോർക്ക്
increases the force in the outer wheel, decreases the force in the outer wheel, does not affect the force in the outer wheel, first decreases and then increases the force in the outer wheel. എന്ന് വെച്ചാൽ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴുള്ള കാര്യം, ഒരു വെഹിക്കിള് ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നതാണ്, ഇതൊരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നു, ഇങ്ങനെ പോകുന്നൊരു വണ്ടി ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുമ്പം ഇതാണ് ടേൺ എങ്കിൽ ലെഫ്റ്റ് ടേൺ ആണ്, റൈറ്റ് ഔട്ടർ, റൈറ്റ് അല്ലെങ്കിൽ ഔട്ടർ വീൽ, ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇതാണ് റൈറ്റ് വീൽ, റൈറ്റ് ആണ് നമ്മൾ ഔട്ടർ വീൽസ് എന്ന് പറയുന്നത്. ഇന്ന് സ്വാഭാവികമായിട്ട് അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുഷ് ചെയ്യും, ഔട്ടർ വീലിനെ പുറത്തോട്ട് പോകാനായിട്ട് പുഷ് ചെയ്യും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു കൗണ്ടർ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ സ്റ്റെബിലിറ്റി കണ്ടീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്ത് ചെയ്യുന്നത്, ടെൻസ് ടു ഇൻക്രീസ് ദ ലോഡ് ഓൺ ദ ഔട്ടർ വീൽ. ഔട്ടർ വീലിലെ ലോഡ് കൂട്ടാൻ ശ്രമിക്കും, എന്തിനു വേണ്ടിയിട്ട്, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട്, ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട്. സോ ഇവിടുത്തെ ആൻസർ എന്താണ്, ഇൻക്രീസ് ദ ഫോഴ്സ് ഓൺ ദ ഔട്ടർ വീൽ. ഇത് എന്തിനാ ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ കൂടുതലായതുകൊണ്ട് അത് സെൻട്രിൽ നിന്ന് എവേയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് സ്റ്റെബിലിറ്റി കാരണമാകാനായിട്ട് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓപ്പോസിറ്റ് വേയിൽ അവിടെ ഫോഴ്സ് കൂട്ടി അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, സോ 17th question, longitudinal vibration said to be occur when the particle moves in. Longitudinal എന്ന് പറഞ്ഞാലേ നമുക്കറിയാം along the length, okay, perpendicular to the axis, parallel to the axis, 45 degree inclined to the axis, in a circle about the axis. The longitudinal means about the axis ആണ്, parallel to the axis ആണ് വൈബ്രേഷൻ വരേണ്ട, പാർട്ടിക്കിൾ അങ്ങനെ മൂവ് ചെയ്യേണ്ട. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് parallel to the axis ആണ്. Okay, the whirling of shaft എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. whirling of shaft, whirling speed of a rotating shaft carrying a mass m at its center. Okay, ഓപ്ഷൻസ് നോക്കാം. എപ്പോഴാണ് whirling speed of a rotating shaft, ഒരു ഷാഫ്റ്റിൽ നമ്മളൊരു m മാസ് സെന്ററിൽ നമ്മൾ ക്യാരി ചെയ്തിട്ട് തന്നെ ചെയ്യുമ്പോൾ എപ്പോഴാണ് അത് വേൾ ചെയ്യപ്പെടുന്നത്, ഓക്കെ എന്നാണ് ചോദ്യം. More than the natural frequency of the vibration of the system, less than the natural frequency of the vibration of the system, is equal to the natural frequency of transverse vibration of the system, is more or less depending upon the stiffness of the shaft. ഇപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി, ആ നാച്ചുറൽ ഫ്രീക്വൻസിയോട് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വോളിംഗ് ഒക്കർ ചെയ്യുന്നത്. സോ മൈ ആൻസർ ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, ബട്ട് എന്നാലും നമുക്ക് ഓപ്ഷൻ നോക്കാം. ആസ് ഓഫ് നൗ മൈ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഈസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഓപ്ഷൻ സി ആണ് മൈ ആൻസർ എന്ന് പറയാം. Which of the following is not a theory of elastic failure? Elastic failure in the theory അല്ലാത്തത് ഏത്? നമുക്ക് 4 തിയറീസ് ഇവിടെ പറയാം. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി, മാക്സിമം എനർജി തിയറി, വോൺ മൈസസ് തിയറി എന്ന് പറയാൻ, ഡിസ്ട്രോഷൻ എനർജി തിയറി. ഇതില് നമ്മൾ ക്വൈറ്റ് കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യാത്തതും എലാസ്റ്റിക് ഫെയിലിയർ ഒക്കർ ചെയ്യാത്തതും മാക്സിമം പ്രിൻസിപ്പൽ തിയറിക്കാണ്. അതുകൊണ്ടാണ് ഇപ്പൊ മോഡേൺ എഞ്ചിനീയറിംഗിൽ എവിടെയും അത് യൂസ് ചെയ്യപ്പെടാത്തത്. എലാസ്റ്റിക് ഫെയിലിയർ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്, അതിൽ വരാത്തതാണ്. സോ എലാസ്റ്റിക് ലിമിറ്റിന് മുമ്പേ ഫെയിലിയർ ആവുന്ന കേസിനെ പറ്റിയാണ് ഇത് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എ ഈസ് ദ ആൻസർ. സോ ദിസ് തിയറി ഈസ് നോട്ട് ഇൻ ദ തിയറി ഓഫ് എലാസ്റ്റിക് ഫെയിലിയർ. എലാസ്റ്റിക് ഫെയിലിയറിൽ വരാത്തതാണ്. Which of the following is not a desirable property of a shaft material? Shaft material desirable property അല്ലാത്തത്. Good wear resistance, good machinability, good strength അല്ലെങ്കിൽ high strength, high notch sensitivity. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. ഈ നോച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു നോച്ച് താണ്ട് ഇതിനൊക്കെ ഷാഫ്റ്റിൽ നോച്ചോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അവിടെ സ്ട്രെസ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ എന്താ ഫെയിലിയർ ആകാനുള്ള ചാൻസസ് കൂടുതൽ. അതൊരു ഡിസൈറബിൾ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതല്ല. അത് നമ്മൾ മെഷീൻ ഡിസൈനിൽ നമുക്ക് നോച്ചസോ കാര്യങ്ങളോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ്സ് നോട്ട് എ ഡിസൈറബിൾ പ്രോപ്പർട്ടി. സോ high notch sensitivity is not a desirable property. Option D is the answer. Next, gear എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The distance on the pitch circle from a point on the teeth to the corresponding point adjacent teeth. ഇപ്പോൾ നമുക്കൊരു ടീത്ത്, ഇതൊരു ടീത്ത് ആണെന്ന് കരുതുക.
ഓക്കെ, 2 ടീത്ത്. ഇതിന്റെ ഇതേ പോയിന്റ് തൊട്ട് കറസ്പോണ്ടിങ് പോയിന്റ് വരെ ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫേസ് വിഡ്ത്ത് ആണോ? അല്ല. ഡയമെട്രിക്കൽ പിച്ച് ആണോ? അല്ല. സർക്കുലർ പിച്ച് ആണോ? ആണ്. സർക്കുലർ പിച്ച് ഇസ് റൈറ്റ് ആൻസർ. പൈ ഡി ബൈ ടി എന്നാണ് പറയുന്നത്. പൈ ഡി ബൈ ടി ചെയ്താൽ ഇത് കിട്ടും. പൈ ഡി ബൈ ടി. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇസഡ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത് ടു ദ ഡയമീറ്റർ. അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറയുന്നത്? ഡയമെട്രിക്കൽ പിച്ച് എന്ന് പറയുന്നത്. ഡി ബൈ ഇസഡ്. ഫേസ് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീത്തിന്റെ ഫേസ് വിഡ്ത്ത് തന്നെ ഇത്രയും വിഡ്ത്ത് ആണ്. ഇതാണ് ഫേസ് വിഡ്ത്ത് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, അന്നേരം ആൻസർ ക്ലിയർ ആണെന്ന് തോന്നുന്നു. സർക്കുലർ പിച്ച് ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റേറ്റിംഗ് ലൈഫ് ഓഫ് എ ബോൾ ബിയറിംഗ്. റേറ്റിംഗ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേറ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് ലൈഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇക്വലന്റ് ലോഡ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇക്വലന്റ് ലോഡ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ക്യൂബ് ഓഫ് ഇക്വലന്റ് ലോഡ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ആൻസർ ഓൾറെഡി ഡിസ്പ്ലേഡ് ആയി പോയിട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് ആക്ച്വലി. നമ്മൾ റേറ്റഡ് ലൈഫ് L10 ഈക്വൽ ടു സി ക്യൂബ് ഡിവൈഡഡ് ബൈ പി ക്യൂബ്. ഇതിൽ എൽ എന്ന് പറയുന്നത് റേറ്റഡ് ലൈഫ് ആണ്. റേറ്റഡ് ലൈഫ്. സി ഇസ് ദ ബേസിക് ഡൈനാമിക് ലോഡ്. ഓക്കെ, പി ഇസ് ദ ഇക്വലന്റ് ലോഡ്. ഇക്വലന്റ് ലോഡ് ഇത് ഡൈനാമിക് ലോഡ്. ഓക്കെ, ഇത് നോക്കുവാണെങ്കിൽ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഓപ്ഷൻ ബിയും ഉത്തരമാകാം. ബട്ട് ക്യൂബ് ആണ്. അന്നേരം റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ ഇക്വലന്റ് ലോഡ്. എൽ പ്രൊപ്പോർഷണൽ ടു 1 ബൈ പി ക്യൂബ് ആണ്. ഓക്കെ, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസ് ആർ യൂസ്ഡ് ഇൻ. സിംഗിൾ പ്ലേറ്റ് ബസ്സിലാണോ, 3 വീലറിലാണോ, സ്കൂട്ടേഴ്സിലാണോ, മോപ്പഡ്സിലാണോ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അത് നമുക്കറിയാം, ഈ ചെറിയ വണ്ടികളിൽ യൂസ് ചെയ്യുന്ന മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകളാണ്. അതേസമയം വലിയ വണ്ടികളിൽ ബസ്സസ്, ട്രക്സ് ആർ യൂസിങ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ഓപ്ഷൻ എ ഇസ് ആൻസർ. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യുന്ന വലിയ വണ്ടികളിലാണ്. ഓക്കെ, നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഏരിയയിലോട്ട് കയറുവാണ്. മാനുഫാക്ചറിംഗിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ 77th ക്വസ്റ്റ്യൻ. ഇൻ കാസ്റ്റിംഗ് വാട്ട് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് റൈസർ? റൈസർ അറിയാലോ, നമ്മൾ സ്ക്രൂവിൽ കൂടെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചാൽ അത് ക്യാവിറ്റി എല്ലാം നിറഞ്ഞ് അവസാനം റൈസറിൽ കൂടാണ് പൊങ്ങി വരുന്നത്. അതെന്തിനാണ് കൊടുത്താക്കുന്നത്? റൈസറിന്റെ പ്രൈമറി ഫംഗ്ഷൻ. കുറെ ഫംഗ്ഷൻ ഉണ്ട് റൈസറിന്. അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്, ടു അലോ ദ ഗ്യാസ് ടു എസ്കേപ്പ്. ഗ്യാസിനെ എസ്കേപ്പ് ചെയ്യാൻ അലോ ചെയ്യുക എന്നുള്ളതാണോ? ഓപ്ഷൻ ബി, ടു പ്രൊവൈഡ് എ റിസർവോയർ ഫോർ മോൾട്ടൺ മെറ്റൽ, ടു ഷേപ്പ് ദ ഫൈനൽ പ്രോഡക്റ്റ്, ടു സപ്പോർട്ട് ദ കോർ മോൾഡിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണോ? ഇത് റൈസറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് സോൾട്ടിഫിക്കേഷൻ നടക്കുമ്പോൾ ഷ്രിങ്കേജ് ഉണ്ടോ, ആ ഷ്രിങ്കേജ് നടക്കുമ്പോൾ എക്സ്ട്രാ മെറ്റീരിയൽ മോൾട്ടൺ മെറ്റൽ വേണമെങ്കിൽ അത് റൈസറിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് പ്രൈമറി ഫംഗ്ഷൻ. സോ ഇറ്റ് പ്രൊവൈഡ് എ റിസർവോയർ ഓഫ് മോൾട്ടൺ മെറ്റൽ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ ഫ്രം വെൽഡിംഗ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Okay, which welding process uses non-consumable tungsten electrode? Non-consumable ആയിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന വെൽഡിംഗ് ഏതാണ്? അത് GTAW ആണ്, അല്ലെങ്കിൽ TIG ആണ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അതേസമയം മിഗ് ആയിരുന്നെങ്കിലും SMAW സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണെങ്കിലും രണ്ടിൽ യൂസ് ചെയ്യുന്ന കൺസ്യൂമബിൾ ഇലക്ട്രോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് TIG using non-consumable tungsten electrode as the electrode to make the spark. Okay, next question. Which of the following is not a yield criteria? Von Mises ആണോ, ട്രസ്കെ ആണോ, മോസ് കോളം ആണോ, അതോ ബെർണോളിസ് ആണോ? yield criteria എന്ന് പറയുന്നത് നമ്മളെ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട്, yieldingുമായിട്ട് ബന്ധപ്പെട്ട് ഫെയിലിയർ സംഭവിക്കുന്നു. Bernoullis is based on a fluid mechanics ആയിട്ട് ബേസ് ചെയ്യും. ബാക്കിയെല്ലാം based on design criteria and yielding criteria. Okay, so എന്തായിരിക്കും ഇവിടെ ഉത്തരം? ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ബെർണോളി ഈസ് ദ ആൻസർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്തത് ബെർണോളിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18th ക്വസ്റ്റ്യൻ ഫ്രം മെഷീൻ ടൂൾസ്. ടൂൾ വെയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് ഫാക്ടേഴ്സ്? ടൂൾ വെയർ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏത്? ടൂൾ വിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്? ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കട്ടിംഗ് സ്പീഡ് ആണോ, വർക്ക് പീസ് മെറ്റീരിയൽ ആണോ, ടൂൾ മെറ്റീരിയൽ ആണോ, ഓൾ ഓഫ് ദി അബോ ആണോ?
whenever all of the above come, just think about all of the above. ഇവിടെ എല്ലാ ഫാക്ടേഴ്സും ടൂൾ ലൈഫിന് അല്ലെ ടൂൾ വെയറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. മെറ്റീരിയലും ടൂൾ മെറ്റീരിയലും വർക്ക് പീസ് മെറ്റീരിയലും കട്ടിംഗ് സ്പീഡും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഓൾ ഓഫ് ദി അബോവ് ഇസ് ദ റൈറ്റ് ആൻസർ. Okay, next is a CNC programming question. In CNC programming, which code represent the rapid transverse motion? G00 ആണോ, G01 ആണോ, M03 ആണോ, M06 ആണോ? M06 പറയുന്നത് മെഷീൻ ടൂൾ ചേഞ്ച് ദ മെഷീൻ ടൂൾ ചേഞ്ച് ആവാനുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. M03 എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ സ്റ്റാർട്ട് ആണ്, സ്പിൻഡിൽ സ്റ്റാർട്ട്. G01 ലീനിയർ ഇന്റർപോളേഷൻ ആണ്, ലീനിയർ ഇന്റർപോളേഷൻ. G00 is rapid transverse move. So option A is the right answer. Option A ആണ് right answer. Rapid transverse movement motion is obtained in CNC programming by G00 code. G00 യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Okay, next question. Which of the machine tool can hold multiple tools? ഇതും സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്യാപ്സ്റ്റൺ ടാററ്റ് ലൈത്ത് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അന്നേരം അതിൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ടൂൾ, ഒക്ടഗണൽ ടാററ്റിലൊക്കെ നമുക്ക് ഒക്ടഗണലാണ്, അത്രത്തോളം ടൂള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8ഓളം ടൂൾസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. മെഷീൻ ടൂൾസ്, മില്ലിംഗ് മെഷീൻ, ടാററ്റ് ലെയ്ത്ത്, ഷേപ്പർ ആൻഡ് ഡ്രില്ലിംഗ് പ്രസ്. ഇതിൽ ടാററ്റ് ലെയ്ത്ത് ഈസ് ദ ആൻസർ. ടാററ്റ് ലെയ്ത്ത് ഈസ് ദ ആൻസർ. സോ അടുത്ത അഡ്വാൻസ്ഡ് മെഷീനിങ് പ്രോസസ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following process uses electric discharge to machine hard material? പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീൻ. EDM, ഇലക്ട്രോകെമിക്കൽ മെഷീനിങ്. ECM, അൾട്രാസോണിക് മെഷീനിങ്. USM, AJM, abrasive jet machining. So electric discharge machine uses discharge. Okay, ഡിസ്ചാർജ് വെച്ചിട്ട് ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാക്കിയിട്ടാണ് അവിടെ ഫ്യൂസിങ് ആക്ഷൻ ആണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ടിഫൈ ചെയ്ത് പോവുകയാണ്. ഈ മെറ്റീരിയലിന് നമ്മൾ ആ വയർ കട്ട് TDM ആണെങ്കിൽ ആ വയറിനെ നമ്മൾ റെഡ് ഹോട്ട് ആക്കിയിട്ട് അവിടെ മെറ്റലിനെ ഉരുക്കി സോൾട്ടിഫൈ ചെയ്താണ് കട്ട് ചെയ്ത് വരുന്നത്. വളരെ സ്ലോ പ്രോസസ് ആണ്. പക്ഷെ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീൻ കണക്കും ഒന്നും അത്ര ഫാസ്റ്റ് അല്ല. ഈ ഒരു പ്രോസസ് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഡിസ്ചാർജ് മെഷീനിങ് വെച്ച് മെഷീൻ ചെയ്യുന്നത്. ഓക്കെ, next also a question from a non-traditional machining. Non-traditional machining process uses a high velocity jet of water mixed with abrasive particles. High velocity water വേണം മിക്സ് with abrasive particles. EDM, LBM, AJM, AWJM, abrasive water jet machining, abrasive jet machining. Okay, laser beam machining, LBM, EDM, electro discharge machining. So ഇവിടെ വാട്ടറും അബ്രസീവ്സും കൂടെ ഒരു നോസിലില് മിക്സ് ആയിട്ട് അതിന്റെ മിക്സർ ചെന്ന് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് ആണ്. നോട്ട് AJM, അത് അബ്രസീവ്സ് മാത്രമേ ഉള്ളൂ. അബ്രസീവും എയറും ആയിരിക്കും. അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്ങിലാണ് അബ്രസീവ്സും വാട്ടർ കണ്ടന്റും കൂടെ വന്നിട്ട് ഇവിടെ ഇറോഷൻ ആക്ഷൻ ആണ്. ഇറോഷൻ ആക്ഷൻ വന്ന് ഈ എന്താ പറയാ ഈ നമ്മൾ അബ്രസീവ് പറയുന്നത് ഇടിക്കുന്ന കാണാൻ അവിടെ ഇമ്പാക്ട് ഉണ്ടാകും. അത് കാരണം അവിടെ എറോഷൻസ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് എ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ പ്രൈമർലി മെഷേഴ്സ്? സർഫസ് റഫ്നെസ്, ഡയമെൻഷണൽ ആക്യുറസി, ഹാർഡ്നെസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. CMM പഠിക്കുന്ന എല്ലാവർക്കും അറിയാം അത് പൊസിഷനിലാണ്. ഡയമെൻഷണൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഒരു ബോൾ അതിന്റെ ലിഡ് ഉണ്ട്, CMM ലിഡ് ഉണ്ട്, അത് എവിടെ കൊണ്ട് വെക്കുന്നു ആ പോയിന്റ് തൊട്ട് അടുത്തൊരു പോയിന്റ് വരെയുള്ള ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി, ഡയമെൻഷണൽ ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which method uses light interference to measure a very small distance or a surface irregularity? Interferometry, compactors, profilometry, micrometry. ഇതെല്ലാം നമ്മൾ എന്താ പറയാ മെട്രോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. CMM ആണെങ്കിലും ഇതാണെങ്കിലും.
ഇതില് സംഭവം വെച്ചാൽ ലൈറ്റ് ബീംസിനെ സ്പ്ലിറ്റ് ചെയ്തു, രണ്ടോ അധികോ ബീംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മളൊരു സർഫസിൽ ഇമ്പാക്ട് ചെയ്തിട്ട് അതിന്റെ പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതുവഴി ആ സർഫസിലുള്ള ഡിപ്രഷൻസോ ഡിപ്സോ സ്മോൾ ഡിസ്റ്റൻസോ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ പറയുന്നത് ഇന്റർഫെറോമെട്രി എന്നാണ്. ഓക്കെ, ഇന്റർഫെറോമെട്രി ഈസ് ദ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതില് ഈ എക്സാമിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വിച്ച് സോഫ്റ്റ്വെയർ ഇസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഡീറ്റെയിൽഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മോഡൽസ്? മാറ്റ്ലാബ് ആണോ, CAD ആണോ, SPSS ആണോ, then ഓട്ടോ LISP ആണോ? Okay, CAD is the answer. Option B, CAD is the answer. Okay, which material is more suitable for high-speed machining of tough alloy? Tough alloy. High speed എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ സ്പീഡ് സ്റ്റീല് ആൻസർ ചെയ്യാൻ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്താക്കുന്നത്. അതിന്റെ ഓപ്ഷൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളെ തെറ്റിക്കാനായിട്ട്. ഓഫ് ടഫ് അലോയ്. ടഫ് അലോയ്സ് കൂടുതലായിട്ട് ഹൈ സ്പീഡ് മെഷീൻ ചെയ്യാണ്ട് യൂസ് ചെയ്യുന്ന ടങ്സ്റ്റൺ കാർബൈഡ്സ് ആണ്. ടങ്സ്റ്റൺ കാർബൈഡ് ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ടിപ്ഡ് ടൂൾസ് ആയിരിക്കും. ടങ്സ്റ്റൺ കാർബൈഡ് ടിപ്ഡ് ടൂൾസ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഹലോ ഓൾ, ഇന്ന് നടന്ന എക്സാമിന്റെ ഗ്രേഡ് 1 ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം മൊത്തം 11 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ PSCയുടെ ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റ്, അതായത് കുറച്ച് ഡെപ്തിൽ പഠിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഈസ് എ ടൈപ്പ് ഓഫ്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നത് ഓണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അപ്പൊ എന്താണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തുള്ളൂ. കാരണം ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിംഗ് ആണ്. സോ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്ത കമ്പനീസിനെയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അതേസമയം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ അതും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പോലെ ആയിരിക്കും, പക്ഷെ അവരുടെ ഷെയർസ് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും പബ്ലിഷ് ചെയ്യേണ്ട കാര്യമല്ല. ഒരു സെബിയുടെ ഗൈഡ് ലൈൻസിൽ അണ്ടറിൽ വരുന്ന കമ്പനീസും അല്ല. സോ ഇവിടെ നമ്മൾ ആൻസർ നോക്കുവാണെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഈസ് എ ടൈപ്പ് ഓഫ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. സെക്കൻഡ് ഓപ്ഷൻ പ്രൊപ്രൈറ്ററി കമ്പനി. തേർഡ് ഓപ്ഷൻ പാർട്ട്ണർഷിപ്പ്. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി അബവ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും ഉണ്ടാവും, പബ്ലിക് പാർട്ട്ണർഷിപ്പും ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ അവർ ഷെയർ ഫ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ ഫ്ലോട്ട് ചെയ്യാതെയും ഇരിക്കാം. അപ്പൊ ഈ രണ്ട് കേസസും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലും ഉണ്ട്. പക്ഷെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഷെയർ ഫ്ലോട്ട് ചെയ്തിരിക്കും. പിന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി കമ്പനിയാണ്. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് കമ്പനീസ് പറയുന്ന മറ്റൊരു പേരാണ് പ്രൊപ്രൈറ്ററി കമ്പനി. അപ്പൊ നമ്മൾ പ്രൊപ്രൈറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ഇതാണ് പ്രൊപ്രൈറ്ററി കമ്പനി. ദെൻ പാർട്ട്ണർഷിപ്പ് കമ്പനി. പാർട്ട്ണർഷിപ്പ് കമ്പനിയിലും ഈ പറയുന്ന ഷെയർ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. സോ ദ ആപ്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. സോ അതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മളോട് പറഞ്ഞത്. വാട്ട് ഈസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി? ദ ഷെയർസ് ആർ ഫ്ലോട്ടഡ് ഇൻ ദ ഷെയർ മാർക്കറ്റ്. ദെൻ പ്രൊപ്രൈറ്ററി കമ്പനി ഇസ് another name for private company. Partnership company is also a private company. The correct option is joint stock. Private, public, partnership companies. Normally joint stock companies-നെയാണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് ഉള്ള കമ്പനീസിനെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് ഒക്കെ പോലെ സിയാൽ. ദെൻ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ സുപ്പീരിയർ ക്യാൻ മാനേജ് എഫക്റ്റീവ്ലി. അപ്പൊ ഇത് ജസ്റ്റ് പഠിച്ചുള്ളവർക്ക് തന്നെ ആൻസറിലേക്ക് എത്താം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒപ്റ്റിമം കൺട്രോൾ, എഫക്റ്റീവ് കൺട്രോൾ, കൺട്രോൾ നമ്പർ. അപ്പൊ ഇതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പൊ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ആൻസർ ഈ സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോളിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് പീപ്പിൾ റിപ്പോർട്ടഡ് ഡയറക്ട്ലി ടു എ സുപ്പീരിയർ, അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ എടുത്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. Then the answer is span of control. Then third option, ഈ ക്വസ്റ്റിനും സിമ്പിൾ ആണ്. ഫങ്ഷണൽ ലേഔട്ട് ഈസ് ഓൾസോ കോൾഡ് ആസ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രോസസ് ലേഔട്ട്. പ്രോസസ് ലേഔട്ടിന്റെ വേറൊരു പേരാണ് ഫങ്ഷണൽ ലേഔട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ നോർമലി പ്രോസസ് ഇൻഡസ്ട്രീസ് ലൈക്ക് എന്താണ് മറ്റേ സിമെന്റ്, പെട്രോളിയം, ഷുഗർ മാനുഫാക്ചറിങ്, ഇതൊക്കെയാണ് പ്രോസസ് ലേഔട്ട് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ട്. സോ ദ ആൻസർ ഈസ് ഡി. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ ഇതും കുറച്ച് ട്വിസ്റ്റഡ് ക്വസ്റ്റൻ ആണ്, പക്ഷെ ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ദ ക്വസ്റ്റൻ ഈസ് the crane which is provided with wheels and can be moved from one place to another as per the requirement. അപ്പൊ ഇതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ വീലുള്ള ക്രെയിൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എ ജിപ്പ് ക്രെയിൻ, പില്ലർ ക്രെയിൻ, ഗാൻട്രി ക്രെയിൻ, ബ്രിഡ്ജ് ക്രെയിൻ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആൻസർ നോക്കിയാൽ അറിയാം, ദ ആൻസർ ഈസ് സി, ഗാൻട്രി ക്രെയിൻ. ഇപ്പൊ ബ്രിഡ്ജ് ക്രെയിനും ജിപ്പ് ക്രെയിനും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പില്ലർ ക്രെയിൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ജസ്റ്റ് നോക്കുവാണ്. അപ്പൊ ജിപ്പ് ക്രെയിൻ ആണ് നമ്മൾ ഈ കാണിക്കുന്ന ഫസ്റ്റ് ഫിഗർ. പില്ലർ ക്രെയിൻ എന്ന് പറയുന്നതും ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ജിപ്പ് ക്രെയിൻ. കുറച്ചുകൂടെ എൻലാർജ്ഡ് ആയിട്ടുള്ള ജിപ്പ് ക്രെയിനെയാണ് പില്ലർ ക്രെയിൻ എന്ന് പറയുന്നത്. ദിസ് വിൽ ബി പില്ലർ ടു ദ സർഫസ്, അല്ലെങ്കിൽ ഫ്ലോറിൽ ഇത് ചെയ്തിരിക്കും, ഉറപ്പിച്ചിരിക്കും. സോ ആൻസർ ഇതല്ല. ദെൻ ബ്രിഡ്ജ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഷേപ്പിലുള്ള സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓവർ ഹെഡ് ക്രെയിൻ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സി, ഗാൻട്രി ക്രെയിൻ. ഗാൻട്രി ക്രെയിൻ ആണ് നമുക്ക് വീൽസ് ഉള്ള ക്രെയിൻ. ഇറ്റ് ക്യാൻ ബി മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദെൻ ഇതൊരു മെത്തേഡ് സ്റ്റഡി എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദ ഡയഗ്രാം ടു സ്റ്റഡി ദ എക്സ്റ്റെന്റ് ഓഫ് ട്രാഫിക് ഓവർ ഡിഫറെന്റ് റൂട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായി ഈ പറഞ്ഞ മെത്തേഡ് സ്റ്റഡിയിലെ ഡയഗ്രാംസും ചാർട്ട്സിൽ നിന്നൊക്കെ വരാറുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ പറയുന്ന ഓപ്ഷൻസ് നോക്കിയാൽ പ്ലാൻ ഡയഗ്രാം, പ്രോസസ് ഡയഗ്രാം ഒരിക്കലും നമ്മൾ മെത്തേഡ് സ്റ്റഡിയിൽ പഠിച്ചിട്ടില്ല. മെത്തേഡ് സ്റ്റഡിയിൽ നമ്മൾ പഠിക്കാത്ത ഒരു ഡയഗ്രാംസ് ആണ് പ്ലാൻ ഡയഗ്രാം, പ്രോസസ് ഡയഗ്രാം. അപ്പോൾ പ്ലാൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിലെ ലേ ഔട്ട് വന്നായിരിക്കും പ്ലാൻ ഡയഗ്രാം. പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹൗ ദ പ്രോസസ് ഈസ് റണ്ണിങ് സ്റ്റാർട്ടിങ് ഫ്രം എൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസസ് ഡയഗ്രാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സ്ട്രിംഗ് ഡയഗ്രാം. സ്ട്രിംഗ് ഡയഗ്രാം ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ ഇതാണ് ഒരു സ്ട്രിംഗ് ഡയഗ്രത്തിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അതാ ഒന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. കാരണം ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം മെത്തേഡ് സ്റ്റഡിയിൽ പഠിച്ചിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിംഗ് ഡയഗ്രാം ആണ്. ദെൻ ദ ഫംഗ്ഷൻ ദാറ്റ് എക്സിക്യൂട്ട്സ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഇത് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ PPC, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചവർക്കാണ് ഇത് പെട്ടെന്ന് ആൻസർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ദ ആൻസർ ഈസ് ഡെസ്പാച്ചിങ്. അപ്പൊ പ്രൊഡക്ഷൻ പ്ലാനിങ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. First one is production planning and then second one is production control. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രൊഡക്ഷൻ, ആക്ച്വൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരിക. അതായത് എസ്റ്റിമേറ്റിംഗ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ലോഡിംഗ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. അതേസമയം പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള PPC ആക്ടിവിറ്റീസ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഡിസ്പാച്ചിങ്, ഫോളോ അപ്പ്, ഇവാലുവേഷൻ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? The function that executes production planning, അതായത് എക്സിക്യൂഷൻ, ആക്ച്വൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിൻ്റെ അകത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഡെസ്പാച്ചിങ് ആണ്. ബാക്കിയെല്ലാം പ്രൊഡക്ഷൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ ഇൻവെന്ററി മോഡൽ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ആൻ കോമ്പൗണ്ട് ഓഫ്. നമ്മൾ EOQ മോഡലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 3 കോസ്റ്റുകളുണ്ട്. ഓർഡറിംഗ് കോസ്റ്റ്, ക്യാരിങ് കോസ്റ്റ് ആൻഡ് ഷോർട്ടേജ് കോസ്റ്റ്. ബേസിക് EOQ മോഡലിൽ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും മാത്രമേ കൺസിഡർ ചെയ്യൂ. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏത് കോസ്റ്റിലാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് ക്യാരിങ് കോസ്റ്റ്. കാരണം നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് അതിനെ ക്യാരിങ് കോസ്റ്റ് എന്നുള്ള ഇതിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. Then whenever the subgroup size is variable, the attribute control chart is. ഇതും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, പക്ഷെ കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അറിയാം കൺട്രോൾ ചാർട്ട്സ് ആർ ഡിവൈഡഡ് ഇൻടു 2. ഫസ്റ്റ് വൺ ഈസ് വേരിയബിൾ കൺട്രോൾ ചാർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് attribute control charts. വേരിയബിൾ കൺട്രോൾ ചാർട്ട്സിൽ ഒരാളാണ് R ചാർട്ട്. അപ്പോൾ സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഡിലീറ്റഡ്. ദെൻ ഉള്ളത് C, NP ആൻഡ് P ചാർട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? സോറി, the size is variable, subgroup size is variable എന്നുള്ള ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് P ആണ്. അപ്പൊ സിയുടെയും കോൺസ്റ്റന്റ് ആണ്, NPയുടെയും കോൺസ്റ്റന്റ് ആണ്. ദ ഓപ്ഷൻ ഈസ് P. അപ്പൊ Pയുടെ സാമ്പിൾ സൈസ് വേരി ചെയ്യും. P ആസ് വെൽ ആസ് U. Pയും U എന്താണ് ഈ പറയുന്ന അട്രിബ്യൂട്ട് കൺട്രോൾ ചാർട്ട് ആണ്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ D. NPയും സിയുടെയും എന്താണ് സാമ്പിൾ സൈസ്
it will be constant. ഇത് നമ്മൾ ആ കൺട്രോൾ ചാർട്ട് എന്നുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അതിലൊരു ചാർട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ടൈം. പക്ഷെ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. Then if two components each with reliability 0.9 are connected in parallel, the system reliability is. അപ്പൊ ഇതൊരു പ്രോബ്ലമാറ്റിക് ആണ്. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. സീരീസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ reliability, equal reliability is equal to R1 into R2 into R3 up to Rn. ഇത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാരലൽ ആണ്. പാരലൽ ആകുമ്പോൾ the equation is equal to 1 minus R1 into 1 minus R2 into up to 1 minus Rn. അതായത് 1ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഒരു പാരലൽ സിസ്റ്റത്തിന്റെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദ കോമ്പറ്റന്റ് അൺറിലയബിലിറ്റിയുടെ കോമ്പറ്റന്റ് ആണ്. സോ ദ ആൻസർ വിൽ ബി, ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ two components each with reliability 0.9 എന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് 1 minus 0.9 into 1 minus 0.9. So 1 minus 0.1 into 0.1, 1 minus 0.01. So the answer is 0.99. ഈ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. The next question, the process of attracting top talented people to an organization. Selection and recruitment എന്നുള്ള ഒരു പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഈസ് എ, റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് ആണ് ആൻസർ. ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് ടോപ്പ് ടാലന്റഡ് പീപ്പിൾ ഇൻ ടു ദ ഓർഗനൈസേഷൻ. ദെൻ ഇന്റർവ്യൂ അല്ലാന്നറിയാം, സെലക്ഷൻ അല്ല. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഔട്ട് ഓഫ് ദ കാൻഡിഡേറ്റ്സിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നതിനാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ this one is a question from linear programming problems. Simple question ആണ്. In simplex method for solving linear programming problems, the variable which is added to the less or minus constraint is called. അപ്പോൾ നമുക്കറിയാം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, കുറച്ച് കൺസ്ട്രെയിൻസ് ആവും. കൺസ്ട്രെയിൻസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ ഉണ്ടാവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ ഉണ്ടാവും, ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ, ഈക്വൽ ആക്കാനായിട്ട് 3 വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുക. ഒന്ന് സർപ്ലസ് വേരിയബിൾ, 2 സ്ലാക്ക് വേരിയബിൾ, 3 ആർട്ടിഫിഷ്യൽ വേരിയബിൾ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ ആണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് സ്ലാക്ക് വേരിയബിൾ ആണ്. അതേസമയം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സർപ്ലസ് വേരിയബിൾ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്ലാക്ക് വേരിയബിൾ. Then the last question, the project management technique evolved through research and development projects. ഇതൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. കാരണം അറിയാം, നമ്മൾ what are the characteristics of PERT and CPM നോക്കുമ്പോൾ PERT is used in PERT means it addresses the probabilistic nature of the project. അല്ലെങ്കിൽ what is the percentage of probability that we can finish the project in this duration, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് റെപ്പിറ്റേറ്റീവ് ആക്ടിവിറ്റീസ് അല്ല റെപ്പിറ്റേറ്റീവ് പ്രൊജക്ട്സിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രിട്ടിക്കൽ പാത്ത്. ഇവിടെ പുതിയ മെത്തേഡ്സിന്റെ പ്രോബബിലിറ്റി, വാട്ട് ഇസ് എ സക്സസ് റേറ്റ് ഒക്കെ അറിയാനായിട്ട് PERT മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് PERT ആണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. കാരണം പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കും ഉണ്ട്, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് ആണ്, പ്രൊജക്ട് അല്ല. So with this we have concluded the session.